2 തിമോഥെയോസ് 4:9 മുതൽ. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രെസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. വളരെ പ്രസക്തമായ ഈ വചനത്തിലൂടെയാണ് നമ്മൾ അല്പനിമിഷം വിശകലനം നടത്തുന്നത്. അവിടെ ഇരിക്കുന്നവർക്ക് കേൾക്കാമോ? അവിടെ ഇരിക്കുന്നവർ കേൾക്കാം. കേൾക്കത്തില്ലേ? മുമ്പിൽ കയറിയിരിക്കാനാണ് പറഞ്ഞു. അങ്ങനെ സാറൊന്ന് പറഞ്ഞു, സാറ് ചെയ്തൊരു അനീതിയാണെന്ന് കൂടി പറഞ്ഞ് ഞാൻ തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ, ഈ യോഗത്തിന് ആദ്യം വരുന്ന ഒരു റൈറ്റാണ് ഇഷ്ടപ്പെട്ടൊരു ചെയർ ചൂസ് ചെയ്യുക എന്നുള്ളത്. അവരാകെ ചെയ്ത് തെറ്റ് നേരത്തെ യോഗത്തിന് വന്നേ. നമ്മുടെ ആളുകൾ ചെയ്യുന്നത്, ഈ താമസിച്ച് വന്നവർക്ക് വേണ്ടി ആദ്യം വന്നവൻ കയറി ഫ്രണ്ടിരിക്കണം. ഈ താമസിച്ച് വന്നവർക്ക് ഫ്രണ്ടിൽ കയറിയുള്ള കുഴപ്പമെന്താ? സാർ അങ്ങനല്ല പറഞ്ഞത്. സാറ് പറഞ്ഞത് ഇങ്ങനെ ക്ഷണിച്ചാൽ നിങ്ങൾ വരും. ക്ഷണം സ്വീകരിച്ച് വന്നുകൊണ്ട് ഞാൻ ആ രൂപത്തിൽ പറയണ്ടല്ലോ. നമ്മുടെ എല്ലാ യോഗത്തിലും ഉണ്ട്, ആദ്യം വന്നവരെ മുമ്പിലോട്ട് കെട്ടിയിരുത്തുക, താമസിച്ച് വന്നവർക്ക് പുറയില്ല സീറ്റ്. അതൊരു പ്രിഫറൻസാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ദൂരെ ഇരിക്കുന്നവർക്ക് ഇനിയും കയറിയിരിക്കാൻ അവസരമുണ്ട്. കാരണം എനിക്കൊരു പരിധിയിൽപ്പെട്ട ശബ്ദം എടുക്കാനുള്ള ഒരാക്കമില്ല. അതുകൊണ്ട് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാൻ രക്ഷയുള്ളൂ. സ്തോത്രം. സന്തോഷമല്ലേ? അവിടെയൊക്കെ കാണാമല്ലേ? കേൾക്കാം. സ്തോത്രം. സുവിശേഷ പ്രസംഗത്തിന് പോകുന്ന നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന്, ചിലർ പറയും നമ്മൾ വിദേശ ചാരന്മാരോ വിദേശ രാജ്യത്തോട് കൂറു പുലർത്തുന്നവരോ അമേരിക്കൻ പണം വാങ്ങി ജീവിക്കുന്നവരോ എന്നൊക്കെ ഉള്ളൊരു ആക്ഷേപം നടത്തും. കുറേ കൂടി കിടന്ന് ചിലർ പറയും നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിയ ആൾക്കാരാണ്. ഇനി മറ്റൊരു ആരോപണം, നമ്മൾ മതപരിവർത്തന ലോബിയാണ്. ഇത് രണ്ടുമാണ് കേൾക്കുന്ന രണ്ട് ശക്തമായ ആരോപണം. ഇപ്പോൾ അവരെ ഒന്ന് ഉപദ്രവിക്കണ്ടെന്ന് കരുതി നമ്മുടെ ആളുകൾ അവിടെ നിന്ന് ഭഗവത്ഗീതയിലൊരു ശ്ലോകമൊക്കെ പാടി ലോകസമസ്ത സുഖിനോ ഭവന്തു മഹത്തായ ആർഷഭാരതം എന്നൊക്കെ പറഞ്ഞിട്ട് പോരും. ഈ ഭാരതകാലത്ത് തന്നെ കന്യാശുദ്ധായ നമ്മ എന്നൊക്കെ പാടിക്കൊണ്ട് അവർ ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്കും. ആദ്യം പറയട്ടെ, ഒരു മന്ത്രമോ കീർത്തനമോ ആലപിച്ചു തുടങ്ങേണ്ടതല്ല സുവിശേഷീകരണം. നമ്മൾ ഉച്ചരിക്കുന്ന വാക്കിന് വിലയുണ്ട്. വചനമുദ്ധരിച്ചാണ് നിങ്ങൾ പ്രസംഗം തുടങ്ങേണ്ടത്. വചനത്തിന് വലിയൊരു ശക്തിയുണ്ട്. നമ്മുടെ ചെലവിൽ അത്തരം മന്ത്രോച്ചാരണങ്ങൾ ഉദ്ധരിച്ച് പറയുമ്പോൾ അത് ചരിത്രപരമായിട്ടൊക്കെ തെളിയിക്കുന്നതിന് തെറ്റില്ല. ഞാൻ ചില നാൾക്കപ്പുറത്ത് ഈ നമ്മുടെ തിരുവല്ലയിൽ സ്റ്റേറ്റ് PYP സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ മണിപ്പൂർ വിഷയം പ്രസംഗിക്കാൻ വന്നു. ആദരണീയനായ PJ കുര്യൻ സാറ് ആ മീറ്റിങ്ങിൽ ആമുഖമായി പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ലോകസമസ്ത സുഖിനോ ഭവന്തു. ഞാൻ പറഞ്ഞു, കുറഞ്ഞ പക്ഷം സാറെങ്കിലും അത് പറയരുത്. കാരണം അതിൻ്റെ ആരംഭത്തിലെ മന്ത്രം ആരും പറയാറില്ല. ബ്രാഹ്മണനും പശുവിനും സുഖമെങ്കിൽ ലോകസമസ്ത സുഖിനോ ഭവന്തു. പാതി മുറിച്ച സാധനമാണ് ശ്ലോകം, അങ്ങനെ കിടക്കുന്നത്. ബ്രാഹ്മണനും പശുവിനും സുഖമെങ്കിൽ. പക്ഷെ അതിൽ പേടിക്കേണ്ട, ലോകത്തേറ്റവും അധികം പശു മാംസം കയറ്റി അയക്കുന്ന രാജ്യം നമ്മുടെയാണ്. ഇവിടെ ഉള്ളവൻ തിന്നാൽ തല്ലിക്കൊല്ലും, അത് വിദേശത്തേക്ക് കയറ്റി അയക്കുക. അപ്പം തന്നെ ചിന്തിച്ചാൽ മതി, ആർക്കാണ് ഈ വിദേശ താല്പര്യം? പോഷക സമൃദ്ധമായി ആഹാരമൊക്കെ സായിപ്പിന് കൊടുത്തിട്ട് നമ്മൾ സാധാ ഫുഡ് കഴിക്കണം എന്ന ധാരണ ആർക്കാണ്? ഇനി മറ്റൊരു
വിഷയത്തിൽ കൂടെ വരാം, ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് വരാം. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ക്രൈസ്തവർ വാസ്തവത്തിൽ ബ്രിട്ടീഷുകാരോട് എങ്ങനെ ഇടപെട്ടു അത് പറഞ്ഞു തുടങ്ങാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നതിൽ എന്തെങ്കിലും ഒരു പങ്ക് ഏതെങ്കിലും ക്രൈസ്തവർക്കുണ്ടോ? നാം മാത്രമല്ല, കത്തലിക്സ്, ജേക്കബൈറ്റ്, ഓർത്തഡോക്സ് അടക്കമുള്ള ഏതെങ്കിലും ക്രൈസ്തവർക്കുണ്ടോ? ഇല്ല എന്ന് ഞാൻ തറപ്പിച്ചു പറയും. എന്താണ് കാരണം? ബംഗാളിലെ സിറാജ് ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1600 AD ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യ കാലഘട്ടത്തിൽ ഏതാണ്ട് 700-ൽ താഴെ നാട്ടുരാജ്യങ്ങളാണ്. നാട്ടുരാജ്യങ്ങൾ, പ്രിൻസിലി സ്റ്റേറ്റുകളാണ്. ഈ നാട്ടുരാജ്യങ്ങളെക്കാൾ ചെറിയ ചില ഭരണകൂടങ്ങളൊക്കെ ഉണ്ട്, വലിയ അധികാരമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ട് ഈ പണ്ടത്തെ നാട്ടുരാജാക്കന്മാരെക്കാൾ അധികാരം നമ്മുടെ സെൻട്രൽ പാസ്മാർക്കുണ്ട്. ഞാൻ ചെറുതാക്കി പറഞ്ഞല്ല, പണ്ടത്തെ നാട്ടുരാജാക്കന്മാരെക്കാൾ അധികാരം ചിലപ്പോൾ ഈ സെൻട്രൽ പാസ്മാർക്കുണ്ട്, ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഏതായാലും പോട്ടെ. ഈ 670-ൽ പരം 700ഓളം നാട്ടുരാജ്യങ്ങൾ തമ്മിലടിച്ച് കഴിയുന്ന കാലം. ഈ നാട്ടുരാജ്യങ്ങൾ ഭൂരിപക്ഷം ഭരിച്ചത് ഹൈന്ദവ രാജാക്കന്മാരും അതിന് താഴെ മുഗളന്മാർ പിന്തള്ളിയ അല്ലെങ്കിൽ മുഗളന്മാരുടെ ജനസിൽപ്പെട്ട മുസ്ലിം ഭരണാധികാരിയാണ്. പേരുകൊണ്ടെങ്കിലും ക്രൈസ്തവനായ ഒരാൾ മാത്രമേ ഒരു നാട്ടുരാജാവ് ക്രിസ്ത്യാനി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയാൾ. അയാളുടെ പേര് തന്നെ വില്ലാർവട്ടം തോമാരാജാവ് എന്നായിരുന്നു. കേട്ടപ്പോൾ തന്നെ ഏതാണ്ട് ആകാഴിക. 5 തെങ്ങ് ഭരിച്ച വില്ലാർവട്ടം തോമാരാജാവ്. പേര് കണ്ടില്ലേ? ഞാൻ അടുത്ത കാലത്ത് തിരുവനന്തപുരം പോകുന്ന വഴിക്ക് പന്തളത്ത് വന്നപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ എന്നോട് അവരെ വിളിച്ചു ചോദിച്ചു, ഇത് എവിടെ എത്തി? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ശശിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ചോദിച്ചു, ശശിയോ? ആ, പഴയ പന്തളം രാജാവ്. കാരണം ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ച ടൈറ്റിലാണ് ഈ രാജാവ് എന്നുള്ള വിളി. ഭരണഘടന നിരോധിച്ചു, അങ്ങനെ വിളിക്കരുത്, എന്നാൽ ടൈറ്റിൽ എടുക്കുകയും ചെയ്യരുത്, വിളിക്കുകയും ചെയ്യരുത്, നിരോധിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഭയങ്കര തിരക്കാണ്, ആ സീസണല്ലേ, അപ്പോൾ ഭയങ്കര തിരക്ക്. അങ്ങനെ ഒരു രാജാവ് മാത്രമായിരുന്നു നമ്മുടെ വില്ലാർവട്ടം തോമ. ഞാനിതാ പറഞ്ഞു, ഇതിൽ എത്രയോ ശ്രേഷ്ഠമായിട്ടൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ കഴിയുന്നത്. അങ്ങനെ ഇരിക്കെ കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പഴയ ആയുധങ്ങളാണ്, വടിപ്പയറ്റ്, കുറുവടി, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമുക്കുള്ളത്. മോശമൊന്നുമല്ല. നല്ല കൊമ്പം വീശ വെച്ച പടയാളികൾ വളരെ കൃത്യമായി കളരി അഭ്യാസമൊക്കെ നടത്തി, കായികാഭ്യാസം നടത്തി എതിർകക്ഷിയെ തോൽപ്പിക്കുക. ഒപ്പം ക്ഷുദ്രപ്രയോഗങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ആ ക്ഷുദ്രപ്രയോഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരിക്കാത്തത് നമ്മൾ ആത്മാവിലായിപ്പോൾ, അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാറും. പിന്നെ അല്ല, അത് കുറേ നിന്ന് വിശദീകരിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? എനിക്കറിയാം ആളുകളെ പ്രചോദിപ്പിക്കുന്ന മർമ്മം അവിടെ കിടക്കുന്നു എന്നൊക്കെ എനിക്കും അറിയാം. ഞാനും തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ. അപ്പോൾ ഏതായാലും ഈ കായികാഭ്യാസമൊക്കെ പഠിച്ച കക്ഷികൾ യുദ്ധത്തിന് പോയിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടി അടുത്ത രാജാവ് തോൽപ്പിക്കുമെന്നറിയുമ്പോൾ ഇവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൂട്ടുവിളിക്കും. കമ്പനി പട്ടാളത്തെ വിളിച്ചിട്ട് പറയും, ദാണ്ട് ഇന്ന രാജാവ് അടിക്കാൻ വരുന്നു, ഒന്ന് രക്ഷിക്കണം. കമ്പനി ഇത് കേൾക്കാൻ കിടക്കുക. അവർ പറയും, വരാം. എത്ര കമ്പനി പട്ടാളം വേണം? അതിത്ര. നിങ്ങളുടെ രാജ്യവിസ്തൃതി എവിടെ? അത് ഭാരതപ്പുഴ മുതൽ ആ സ്ഥലത്തിൻ്റെ അതിരെല്ലാം പറയുമ്പോൾ പറയും. അപ്പോൾ അടുത്ത് കിടക്കുന്ന മറ്റു രാജ്യം ഏതാ? അവന് മുടക്കാം. അവൻ ഇവരും കൂടെ സഖ്യം കൂടി ആകെ പ്രശ്നമാകും. പേടിക്കണ്ട, ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യല. ഞങ്ങൾ ഇവിടെ ഒരു പട്ടാള ക്യാമ്പ് അങ്ങ് തുറക്കാം. പട്ടാളക്കാരി നദീതീരത്ത് ഇങ്ങനെ ജീവിക്കും. ആക്രമിക്കാൻ എപ്പോൾ വന്നാലും ഞങ്ങളേറ്റു. പകരം പട്ടാളക്കാർക്ക് ഭക്ഷണം വേണം, അവർക്ക് വസ്ത്രം വേണം, അവർക്ക് കൃഷി ചെയ്യണം, അവിടെ കുറേ ഭൂമി ഞങ്ങൾക്ക് തരണം. കണ്ടോൺമെൻറ്റാണ്, അവിടേക്ക് വേറെ ആർക്കും പ്രവേശനമില്ല. ഈ കരാറിൽ നാട്ടുരാജാവ് ഒപ്പുവെക്കും. അങ്ങനെ പട്ടാളം വന്ന് ഒരു രാജ്യത്ത് കിടക്കും. അപ്പോൾ മറ്റേ പുള്ളികൾ വ്രതം അനുഷ്ഠിച്ച്
രാഹുകാലം നോക്കി യുദ്ധത്തിന് വരികയാണ്. ആ യുദ്ധത്തിന് വരുന്നതിന് കുറേ നിയമമൊക്കെ ഉണ്ട്. വലതുകാലം മുമ്പോട്ട് വെച്ച് ഗജവടിവിൽ നിവർന്ന് സിംഹവടിവിൽ അമർന്ന് ഒത്തിരി പരിപാടിയുണ്ട്. ഇതെല്ലാം ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഗജവടി എന്താണെന്നറിയാത്ത, സിംഹത്തഞ്ചം എന്താണെന്നറിയാത്ത, രാഹുകാലം നോക്കാത്ത സായിപ്പ് തോക്കെടുത്ത് കാച്ചി ഇന്ത്യ മുഴുവൻ അവൻ്റെ കയ്യിലിരുന്നു. ആരാ ഇന്ത്യ വിറ്റേ? ആരാ ഇന്ത്യയുടെ ഓരോ ഭൂമിയും വിദേശിക്ക് വിറ്റവൻ്റെ കൊച്ചുമകൻ? നമ്മൾ വഴിയിലിറങ്ങി ഒരു പരസ്യം നടത്തും, പറയാ വിദേശി. ഈ മൊത്തവും എന്താ പറയുക, തീരെഴുതി കൊടുത്തിട്ട് ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി, ഗോദ്രേജ് പോലൊരു കമ്പനി ഇന്ത്യ കോളനിയാക്കി വെച്ചത്. മഹത്തായ ആർഷഭാരതത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷുകാരൻ കോളനിയാക്കി വെച്ചു. ഒരു കമ്പനി, ടാറ്റ പോലൊരു കമ്പനി നമ്മളെല്ലാം കോളനിയാക്കി ഭരിച്ചു. ഇനി രസകരമായ കാര്യമുണ്ട്. ഒരാൾ സംവാദത്തിൽ എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ ഗോതമ്പ് പൊടി കൊടുത്ത്, പാൽപ്പൊടി കൊടുത്ത്, വൈറ്റമിൻ ഗുളിക കൊടുത്ത് മതം മാറ്റി. ഞാൻ പറഞ്ഞു, ഞാനതിൽ അഭിമാനിക്കുന്നു. കാരണം മഹത്തായ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ആർഷഭാരതം പാൽപ്പൊടി കണ്ടപ്പോൾ ഒഴുകിപ്പോയല്ലോ. ഒരു പാൽപ്പൊടിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ചരിത്രം ഇല്ലാതെ പോയല്ലോ. ഒരു വൈറ്റമിൻ ഗുളിക കണ്ടപ്പോൾ അത് തീരുമെങ്കിൽ അത് തീരണം. മനസ്സിലായോ? അതുകൊണ്ട് ആമുഖമായി എനിക്ക് മിഷൻ ചലഞ്ചുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം, ധൈര്യമില്ലാത്തവൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങരുത്, പോകരുത്. ധൈര്യം എന്ന് പറഞ്ഞാൽ വല്ലവനെ അത് ഇതൊന്നും പറയണമെന്നല്ലെന്നേ. ഞങ്ങൾ ഏതാണ്ട് ആരാണ്ടേ പറഞ്ഞു, ഇത് വളഞ്ഞ വഴിക്ക് അവിടെ ചെല്ലണം, അതിനൊരു ശൈലി പഠിക്കണം പോയി സ്കൂളിൽ, കേട്ടോ. ഇനി മണലെന്ന് പറയരുത്, സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഏതങ്ങ് ചെല്ലും. കെമിസ്ട്രിന് ആ ഭാഷയും മനസ്സിലാകും, അതിനാ കെമിസ്ട്രി. മനസ്സിലായില്ലേ? ഉപ്പെന്ന് പറയരുത്, സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല, ഊരിപ്പോരാ. അതിനായി പറഞ്ഞു, പറയേണ്ടത് പറയുകയും ചെയ്യണം. അതിനാണ് രാസഭാഷയൊക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? വാക്കിൽ കുരുക്കരുത്, വാക്കിൽ കുടുങ്ങരുത്. ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ കാലമാണ്, ഇത് പ്രയാസമാകും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് സുവിശേഷം പറയണം ഇനിയുള്ള കാലം. നമ്മുടെ എല്ലാം പരാജയം ചെറിയ ക്യാൻവാസിൽ നമ്മൾ ഇത്ര പേർ ചേർന്ന് എങ്ങനെ എഴുതാം? നീ ഒന്ന് മാറി, ഞാനൊന്ന് എഴുതട്ടെ, മറ്റൊന്നൊന്ന് മാറട്ടെ, എനിക്കൊന്ന് എഴുതണം. നോ, നമുക്ക് ഈ ക്യാൻവാസ് വലുതാക്കണം. നമുക്കെല്ലാം അവസരം ഉണ്ടാകും. ഒരു വിശാലമായൊരു ക്യാൻവാസിൽ എഴുതാനാണ് ഇനി ഈ കരങ്ങൾ പ്രയോജനപ്പെടേണ്ടത്. അതിനാ ചർച്ച് ഗ്രോത്തും മിഷനും ഈ മിനിസ്ട്രി എല്ലാം ഉള്ളത്. എന്തിനാ? നമുക്ക് ഈ പ്രസ്ഥാനത്തെ, കർത്താവിൻ്റെ സുവിശേഷത്തെ വളരെ വേഗത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ യാഥാർത്ഥ്യമാക്കണം. സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങണം. ഇതിന് നമ്മൾ തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ ഈ കോൺഫറൻസ് കൊണ്ട് അർത്ഥമില്ല. ഞാനിനി ആ അളവിലെ ചില വസ്തുതകൾ പറയാം. കേൾക്കാമല്ലോ? സ്തോത്രം. ഇനി വചനത്തിൽ കൂടെ ഒന്ന് വരാം. ദൈവവചനത്തിൽ നമ്മൾ പ്രസക്തമായ ഒരു കാര്യം കണ്ടു. ഏതാണ്ട് 62 വയസ്സ് കഷ്ടി, അല്ലെ 63 വയസ്സിനുള്ളിൽ. അതൊരു യൗവനമാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. 62, 63 ഒന്നും ഒരു പ്രായമല്ല, അത് യൗവനമാണ്. അങ്ങനല്ലേ? അതെ. നിങ്ങളെന്താ അങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഒരു പ്രോഗ്രാമിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ യൂത്ത് എന്താ പറയുക, ടാലൻറ്റ് പരിശോധനയ്ക്ക് വലിയ പ്രശ്നം നടക്കുക. 4-5 കൊല്ലം മുമ്പാണ് അതിൻ്റെ കൂടിയ പ്രായം സംബന്ധിച്ച് ചർച്ച നടക്കുക. ലാസ്റ്റ് എന്നോട് ചോദിച്ചു, ദേവദാസനെ, ഈ കൂടിയ പ്രായം ചിലർ 45, ചിലർ 55 പറയുന്നു. താങ്കളൊരു തീരുമാനം ഈ കാര്യത്തിൽ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറയാം. കുറഞ്ഞ പ്രായം 12 മത്സരത്തിൽ പങ്കെടുക്കാൻ. ഞാൻ പറഞ്ഞു, യൂത്തിൻ്റെ കൂടിയ പ്രായം 99 വയസ്സ്. എന്താ കാര്യം? അതിന് കാരണം 99 വയസ്സുള്ള യുവാവുമുണ്ട്, 12 വയസ്സുള്ള കിളവനുമുണ്ട്. 12 വയസ്സുള്ള കിളവി ഇതിനകത്തിരിപ്പുണ്ട്, 17, 18, 20 വയസ്സൊക്കെ ഉള്ള നല്ല കിളവിമാരും ഇവിടെ ഇരിപ്പുണ്ട്. 10-70 വയസ്സുള്ള നല്ല യുവാക്കളും ഇവിടെ ഉണ്ട്. 62 വയസ്സ് പ്രായമുള്ളപ്പോഴും പൗലോസിൻ്റെ യൗവനം പോയില്ല. മനസ്സിൻ്റെ യൗവനം, പ്രവർത്തനക്ഷമത, ശുഷ്കാന്തി നഷ്ടപ്പെട്ടില്ല.
നമുക്കെന്നും പ്രാർത്ഥിക്കേണ്ടത് തല നിറച്ചോട്ടെ. തല നിറയ്ക്കുമ്പോൾ ഇതിനെ തീരെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അല്പം ഡൈ ഒക്കെ അടിച്ചങ്ങ് പ്രസംഗിക്കാൻ പോകണമെന്ന് അങ്ങനെയും ചെറുപ്പമാണെന്ന് തോന്നട്ടെ. ഞാൻ അടുത്ത കാലത്ത് അത് മനസ്സിലാക്കി. ഈ ഡൈ ചെയ്യുന്നൊരു തെറ്റല്ല. പൗലോസ് ഡൈ ചെയ്തിട്ടുണ്ടെന്ന് ബൈബിളിലുണ്ട്. ഐ ഡൈ എവരി ഡേ. വായിച്ചു നോക്ക്. അതിനാ ഈ ഇംഗ്ലീഷൊക്കെ ഉള്ളതിൻ്റെ ഗുണം അതാണ്. മനസ്സിലായില്ലേ? ഈ ഭാഷയൊക്കെ ചുമ്മാ വെച്ചേക്കല്ല. അല്ലെങ്കിലും മനുഷ്യൻ ഊരിപ്പോരാന്നേരാ ഈ മൂലഭാഷ എടുക്കുന്നതാണ്. തർക്കം മൂത്തിഞ്ഞോട്ട് വരുമ്പോൾ മൂലഭാഷ. അതുപോലെ ഇംഗ്ലീഷ് എന്തിനുള്ള ഇതിനൊക്കെ ഉള്ളതാ. പൗലോസ് കൃത്യം എഴുതി വെച്ചിരിക്കുക ഐ ഡൈ എവരി ഡേ, എല്ലാ ദിവസവും പോട്ടെ. അപ്പോൾ തുടിക്കുന്ന യൗവനം, ആ യൗവനത്തിൻ്റെ പ്രസരിപ്പ് കർത്തൃദാസനിലുണ്ടായിരുന്നു. അതൊക്കെ അത്രേ ജീവിച്ചിരുന്നുള്ളൂ. തൻ്റെ ജീവിതകാലത്ത് ജീവിതത്തിൻ്റെ സായന്തനത്തിൽ വന്നണഞ്ഞ സ്ഥലം ഒരു ജയിലായിരുന്നു. പല ജയിലുകളിൽ അദ്ദേഹം മാറി മാറി കിടന്നു. ജീവിതാവസാനം വന്നു കിടന്ന ഒരു ജയില്. ഞാൻ ഈ യാത്രാ വിവരണം പറയുന്ന ഒരാളല്ല. അത് പറയുന്നത് മോശപ്പെട്ടൊരു കാര്യമായിട്ടല്ല. കാരണം ഇതെല്ലാവരും പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞാലും സുഖമില്ല. അതുകൊണ്ടാണ് ചൊല്ലി പ്രസംഗം തുടങ്ങുമ്പോഴേ പറയും, ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ, ഞാൻ ഒക്കലഹോമയിലായിരുന്നു എന്നുള്ളൊരു സത്യം അവിടുന്ന് വന്നുവിടാൻ പറ്റൊരു പാട്. ഞാൻ ദുബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ അത് സത്യമോ, പക്ഷേ നെടുമ്പാശ്ശേരി ഇറങ്ങാൻ പറ്റ പാട്. ഞാനിതുകൊണ്ടാണ് പറയാത്തത്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്ത പോട്ടെ. അപ്പോൾ ഏതായാലും ഒരു സ്ഥലം മറക്കാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട്. അതുകൊണ്ടത് പറയുന്നു ക്ഷമാപൂർവം. അത് നമ്മുടെ പൂർവികരെ ഇട്ട ഒരു തടവറ ഞാൻ കണ്ടു. അപ്പോസ്തലന്മാരെ കിട്ടൊരു തടവറ. 20 അടി താഴ്ച കുറഞ്ഞത്. 4x4 ആണ്. 4x4. കൈ ഇങ്ങനെ നിവർത്തി തൊടാൻ വയ്യ, 2 കൈയും. കിടക്കാൻ വയ്യ, കഷ്ടിച്ചിരിക്കാം. ഉയരമുണ്ട്. ഈ മനുഷ്യൻ്റെ വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലേക്ക് ചങ്ങല, ഇടത് കൈയിൽ നിന്ന് വലത് കാലിലേക്ക് ചങ്ങല. ഇങ്ങനെ ക്രോസ് ഇട്ടിരിക്കുകയാണ്. ഇയാള് ജയിൽ വിട്ട് പുറത്തു വന്നാലും ദീർഘനാളിലെ ഈ ജയിലിലെ കിടപ്പ് കൊണ്ട് തല കുനിഞ്ഞിരിക്കണം. അതിനാണ് സമൂഹമധ്യേ അയാൾ ഇനി ഒരിക്കലും തല ഉയർത്തരുത്. ക്രിമിനലുകൾ പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ തല കുനിച്ച് നിൽക്കണം. അതിനുവേണ്ടി ഇത്തരം തടവറകളിലായിടുന്നത്. ഈ തടവറയിൽ നമ്മൾ കാണാൻ ചെന്നാൽ അപ്പുറത്ത് കുറേ അഴിയുണ്ട്. ആ അഴിയിലൂടെ ഇങ്ങനെ എത്തിക്കുത്തി താഴേക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് ആൾ കിടപ്പുണ്ട്. ഇതുപോലൊരു കുഴി അപ്പുറത്ത്, അതിനിപ്പുറത്ത്. ചുരുക്കി പറഞ്ഞാൽ കുഴിയുള്ള അത്തരം സെല്ലുകളാണ്. ഇതിൽ ചെറിയ ജനാല പോലെ കൊത്തി ഉണ്ടാക്കിയ സുഷിരങ്ങളുണ്ട്. അവിടെ മനുഷ്യൻ കിടപ്പുണ്ടെന്ന് അറിയുന്നത് ഇങ്ങനെ എത്തിക്കുത്തി നോക്കുമ്പോൾ അവിടെ 2 കണ്ണുകൾ കാണാം. അവിടെ ഒരുത്തൻ കിടപ്പുണ്ട് ഇതുപോലെ സഹബദ്ധനായ എന്നൊക്കെ പൗലോസ് പറയുമ്പോൾ ഇതിനപ്പുറത്ത് ആൾ കിടക്കുന്ന ഈ കാരാഗൃഹം. ഈ കാരാഗൃഹത്തിന് പടിക്കെട്ടൊന്നുമില്ല. ഈ നെഞ്ചിലേക്ക് ചങ്ങല കെട്ടിയിട്ട് കപ്പി വഴി ആളിനെ താഴേക്ക് ഇറക്കും. ചേർന്നൊരു കുഴിയുണ്ട്. ആ കുഴിയോട് ചേർന്ന ഡ്രെയിനേജ്. കുടിക്കാനും ദിനകൃത്യങ്ങൾക്കുമൊക്കെയുള്ള വെള്ളം ഇതുവഴി ഒഴുകി വരും. അത് കൈനീട്ടിയെടുത്ത് കുടിച്ച് ജീവൻ നിലനിൽക്കാൻ ഒരു നേരം പറ്റണം. ഇവിടെയാണ് അപ്പോസ്തലൻ വന്നെത്തിയത്. ചുറ്റും കുറ്റിരുട്ട്. മുകളിലേക്ക് കണ്ണുകെത്തുമ്പോൾ നേരിയ വെളിച്ചം. ആ വെളിച്ചത്തിൽ ദൈവദാസൻ ആദ്യം പ്രസംഗിച്ചതുപോലെ ആ കിടക്കുന്ന ഇരുട്ട് അകക്കണ്ണുകളുടെ ജ്വലനത്തെ കെടുത്തിയില്ല, ശുഷ്കാന്തിയെ കെടുത്തിയില്ല. അവിടെ കിടന്ന് അനുഗ്രഹിക്കപ്പെട്ട 4 ലേഖനങ്ങൾ, കാരാഗൃഹ ലേഖനങ്ങൾ എന്ന പേരിൽ പിറവിയെടുക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർ ഒരു കാര്യം ഉറപ്പിക്കണം. ഞാൻ പൗലോസിനെ വിടുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ലേഖനം എഴുതിയെടുക്കാൻ ചില കുട്ടികൾ വരും, ചെറുപ്പക്കാർ. പാപ്പിറസ് ഷീറ്റുകളോ പാർച്ച്മെന്റ്സ് അഥവാ മൃഗത്തിൻ്റെ തോലുകളോ ഒക്കെയായി എഴുതിയെടുക്കാൻ വരും. ഇവരിവിടെ നിന്ന് പൗലോസ് 20 അടി താഴ്ചയുള്ള കിണറ്റിൽ കിടന്ന് ആത്മാവിൻ്റെ നിറവോടെ ഇങ്ങനെ വിളിച്ചു പറയുന്ന കാര്യം കേട്ടെഴുതി.
അങ്ങനെ നമ്മുടെ പക്കൽ വന്ന വിശുദ്ധ ഗ്രന്ഥവും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞു പോകുമ്പോൾ ആ എഴുതിയെടുത്ത ചെറുപ്പക്കാരന് ഒരു ചായക്കാശ് കൊടുക്കാൻ ആരാണുള്ളത്? ഒരു മനുഷ്യനില്ല. എന്ത് പ്രതിഫലം പ്രതീക്ഷിച്ച ഈ സ്വസ്തനേസും തെർത്തോസും ഒക്കെ എഴുതിയെടുക്കാൻ വന്നിരിക്കുന്നത്? എന്ത് കിട്ടും? ഈ വയോവൃത്തന്റെ അരികിൽ പോയിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഞാൻ എഴുതിയെടുക്കാൻ നിൽക്കുമ്പോൾ പടയാളിയുടെ കണ്ണ് വെട്ടിച്ച്, കാവൽക്കാരന്റെ കണ്ണ് വെട്ടിച്ച്, അതീവ ദുർഘടമായ കാലാവസ്ഥയിൽ റോമാ ഗവൺമെന്റിന്റെ ശിക്ഷകളെ ഭയന്ന് ഒരുവൻ വന്നിത് എഴുതുമ്പോൾ അയാൾ ഓർത്തില്ല തിരികെ പോകുമ്പോ തനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നോർത്തല്ല. അങ്ങനെ പ്രാപിച്ച ഈ വിശുദ്ധ ഗ്രന്ഥം കരങ്ങളിൽ എന്ത് പ്രസംഗിക്കുമ്പോൾ ഓർക്കണം, അത് ഭൗതിക പ്രതിഫലത്തിനല്ല, അനേക മടങ്ങായി പ്രതിഫലം ലഭിക്കുന്ന ഒരു നാളിന് വേണ്ടി ആത്മസമർപ്പണം ചെയ്തവർക്ക് മാത്രമേ ഈ പുസ്തകം പ്രസംഗിക്കാൻ അർഹതയുള്ളൂ, അധികാരമുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു പ്രതിഫലവും വാങ്ങാതെ എത്ര മനുഷ്യർ ഈ ജോലി ചെയ്തു. അവിടെ കിടന്ന് പൗലോസ് പറയാ, നിങ്ങളെ ഈ ലേഖനം ലവോദിക്കയിൽ കൊണ്ട് വായിക്കണം. ലവോദിക്കയിൽ നിന്നുള്ള ലേഖനം നിങ്ങൾ വാങ്ങി വായിക്കണം. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലം വരെ നടന്നോ, ഒരു കഴുതയുടെ പുറത്തോ കുതിരയുടെ പുറത്തോ ഒക്കെ യാത്ര ചെയ്ത് പോകണം. ആ ഘട്ടത്തിൽ ചൂടേറിയ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നവന് ചായക്ക് പണം കൊടുക്കാൻ ആരുമില്ല. കഷ്ടതയുടെ തീച്ചുടയിൽ രൂപപ്പെട്ടു വന്ന ഈ ബൃഹത് മാർഗത്തെക്കുറിച്ച് യേശു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. ഒരു പാതാള ശക്തിക്കും ജയിക്കാനാവില്ലെന്നുള്ളതിന് തെളിവാ ഇല്ലായ്മയുടെ കഷ്ടപ്പാടുകളുടെ നടുവില് ഈ ജയിലറയ്ക്കുള്ളിൽ കിടന്ന് ഭക്തൻ പ്രാപിച്ചെടുത്ത ദൈവകൃപയുടെ ചൈതന്യം അതങ്ങോട്ട് പകർന്നപ്പോൾ കേട്ടെഴുതാൻ ഒരാളവിടെ നിൽക്കുക. നമുക്കറിയാം ഒരു ലേഖനം എഴുതാൻ എന്ത് സമയം വേണം, എന്ത് പണിയാ, വലിയ കഷ്ടപ്പാടാ. കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ കഷ്ടപ്പാടാ. നമ്മുടെ ജോൺസൺ പാസ്റ്റർ അയർക്കുന്നം ഈ വാർത്തയ്ക്കത്ത് നല്ല ഒരു ഗ്രന്ഥം എഴുതി, നിരവധി ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഒരു ഗ്രന്ഥം ചമയ്ക്കാനുള്ള പ്രയാസം നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോഴാ കാരാഗൃഹത്തിൽ കിടന്ന് ഇത്രയും ബൃഹത്തായ ശക്തിമത്തായ ലേഖനങ്ങൾ കർത്തൃദാസന് ചമയ്ക്കാൻ സാധിച്ചത്. ഇവിടെ 1-2 തിമോഥെയോസ്, തിത്തോസ് എന്നീ ലേഖനങ്ങളാണ് പൗലോസിന്റെ ജീവിത സായന്തനത്തിലെ കൃതികൾ. ഇതോടുകൂടി പൗലോസ് തൻ്റെ എഴുത്തുകൾ പൂർത്തീകരിക്കുക. ആ ഘട്ടത്തിൽ ഈ കർത്തൃദാസൻ്റെ സമയമെടുത്തു എന്ന് അദ്ദേഹം അറിഞ്ഞു. എങ്ങനെയെന്നറിയണ്ടേ? അദ്ദേഹം കിടക്കുന്ന കാരാഗൃഹത്തിൻ്റെ മുമ്പിൽ വിധി പ്രസ്താവിക്കുന്ന ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ശിലയുണ്ട്. ആ ശിലയിൽ കൊണ്ട് റോമൻ പടയാളികൾ എഴുതി, തർസോസിലെ ശൗൽ എന്ന് വിളിപ്പേരുള്ള പൗലോസ് ചെയ്ത കുറ്റം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ലംഘിച്ച് സുവിശേഷം പറഞ്ഞു. പലയാവർത്തി റോമൻ ഭരണകൂടം വിലക്കിയിട്ടും വിലക്ക് ലംഘിച്ചു പ്രസംഗിച്ചു. നിരവധി റോമൻ പടയാളികളെ സുവിശേഷത്തിലേക്ക് ആനയിച്ചു. ആ കുറ്റം ചുമത്തി രാഷ്ട്രം പറയുന്ന പരമാവധി ശിക്ഷ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുക. അതും ഈർച്ചവാളിനാലുള്ള ശിക്ഷ. എന്താ ഈർച്ചവാള്? മനുഷ്യനെ തലകീഴായി 2 തടിയിൽ കെട്ടിത്തൂക്കും. വൈ ആകൃതിയിൽ മനുഷ്യനെ കെട്ടിത്തൂക്കിയിട്ട് തടിയിറക്കുന്ന വാളിന് നടുവിലൂടെ വാള് വെച്ച് അറുത്തറുത്തറുത്ത് 2 പീസാക്കുക. അത് ചുമ്മാ തറക്കില്ല. അവർ നിന്ന് ഉച്ചത്തിൽ ആഹ്ലാദചിത്തരായി മദ്യപിച്ച് മതോന്മത്തരായി ആഹ്ലാദ നൃത്തം ചവിട്ടി ഇയാളുടെ ശബ്ദം പോലും പുറത്തു വരാതെ ക്രൂരമായി കൊന്നൊടുക്കുക. താൻ ഇങ്ങനെ വധിക്കപ്പെടും എന്നറിയിപ്പ് കിട്ടുമ്പോൾ ആ മനസ്സ് തകരേണ്ടതാ, ആ ഹൃദയം പതറേണ്ടതാ. ആ മനുഷ്യൻ ഓർക്കേണ്ടത് 62 വയസ്സേ ഉള്ളൂ, വിവാഹം കഴിച്ചില്ല, കഴിച്ചുവോ നമുക്ക് ഉറപ്പില്ല. അപ്പനെ അമ്മയൊക്കെ ഓർക്കേണ്ടതാ. ഇതൊന്നും ഓർക്കാതെ പറയാണ്, തിമോഥെയോസേ, നീ വേഗത്തിൽ വന്ന് എന്നെ കാണാൻ ഉത്സാഹിക്ക. എനിക്ക് കാണാൻ ആഗ്രഹം നിന്നെയാണ്, മറ്റാരെയുമല്ല. നിന്നെ ഒന്ന് കാണണം.
ജീവിതത്തിൽ പൗലോസ് ആഗ്രഹിച്ച മനുഷ്യനാ ഈ തിമോത്തിയോസ് എന്ന് സ്വർഗത്ത് ചൊല്ലുമ്പോൾ കാണുന്നത് നമുക്കൊരു ഭാഗ്യമല്ലേ. അവസാനം കാണണമെന്ന് ആഗ്രഹിച്ചു. തിമോത്തിയോസ് നീ ഒന്ന് വരണം. കാരണം വേറൊന്നുമില്ല, തിമോത്തിയോസിനും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടാൽ പദം വന്നൊരു മനസ്സുണ്ട്. കാരണം തിമോത്തിയോസ് രക്ഷിക്കപ്പെടുന്നതിന് അന്ന് കണ്ടത് പൗലോസ് ഏറുകൊണ്ട് വീഴുന്ന, ഏറുകൊണ്ട് പിടച്ചു വീഴുന്നവനെ ഒരു കൊട്ടക്കുള്ളിൽ ചുമന്ന് രക്ഷപ്പെടുത്തുന്ന കാഴ്ച കണ്ട തിമോത്തിയോസ് വിശ്വാസത്തിലേക്ക് വന്ന് നമുക്കും ഇരുട്ടിൻ്റെ ശക്തികളോട് പറയാം, തീയിൽ കുരുത്ത ഞങ്ങൾക്ക് വെയിലത്ത് പാടാൻ സാധിക്കില്ല. 101 ആണ്ടുകൾക്കപ്പുറത്ത് നമ്മുടെ പൂർവികർ പേരും പെരുമയുമൊന്നും ഇല്ലാത്ത കാലത്ത് പലയിടത്തു നിന്നും ആട്ടിപ്പായിച്ചപ്പോൾ വളരെ വളരെ ഞെരുക്കങ്ങളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ, ആക്ഷേപങ്ങളുടെ നടുവിൽ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തെ ഇങ്ങനൊരു ഭാവിയൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത കാലത്ത് ഈ സുഖസൗകര്യങ്ങളൊന്നും അനുഭവിക്കാതെ മൺമറഞ്ഞു പോയ ഭക്തന്മാരെ ഇത് നമുക്ക് കാണാനാവില്ലല്ലോ. പക്ഷേ ഒരിക്കൽ കാണുമ്പോൾ ഒരു കാര്യമറിയാം, അവർ വാരി വിതറിയതൊന്നും അപ്രസക്തമായില്ല. ഇതാ യാഥാർത്ഥ്യമായി നമ്മുടെ കൺമുമ്പിൽ ഇന്നിരിക്കുക. പ്രിയരേ, ഈ കിടപ്പിൽ തിമോത്തിയോസിനെ കാണാൻ പൗലോസ് ആഗ്രഹിച്ചു. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ചിലരെ എല്ലാം എടുത്ത് പറയുക, ഗുണം ചെയ്തവരെയും ദോഷം ചെയ്തവരെയൊക്കെ പറയുക. സാധാരണ പൗലോസിൽ നിന്ന് കേൾക്കാത്തൊരു കാര്യം അത്. ഈ കഷ്ടപ്പാടുകളൊന്നും പൗലോസ് അങ്ങനെ വിശദീകരിക്കാറില്ല. ബൈബിളിൻ്റെ ചില വായനകൾ എനിക്ക് വലിയ മാനസാന്തരം വരുത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിലൊന്ന്, ഏറെ കഷ്ടത സഹിച്ചൊരു ദൈവാസൻ തിരുവഴുത്തിലുണ്ട്. ലൂക്കോസാണത്. 2 മഹത്തര ഗ്രന്ഥങ്ങൾ ചമയ്ക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും ലൂക്കോസ് തൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് എഴുതിയില്ല, ഒരക്ഷരം എഴുതിയില്ല. താനും പൗലോസുമൊക്കെ അകപ്പെട്ട ഒരു പ്രതിസന്ധിയുടെ കാര്യം ലൂക്കോസ് എഴുതുക. പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നു. ഇത് എഴുതുന്ന ലൂക്കോസും കാരാഗൃഹത്തിലാണ്. സ്വന്തം പേരവിടെ എഴുതി വെച്ചില്ല. പിന്നെ ഞങ്ങളെങ്ങനെ കണ്ടുപിടിച്ചെന്ന്? ഞാനൊരു മാധ്യമ പ്രവർത്തനല്ലേ, ഇത് കണ്ടുപിടിക്കും. പുസ്തകം വായിച്ചു വരുമ്പോൾ പറയാ, അവിടെ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു, ഞങ്ങൾ ത്രോവാസിലേക്ക് പോയി. ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ ആ രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ഞങ്ങളോട് അവിടെയുള്ള മനുഷ്യർ വലിയ കരുണ കാണിച്ചു. ഞങ്ങൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ലൂക്കോസും ഉണ്ട്. ലൂക്കോസിൻ്റെ സ്ഥാനത്ത് നമ്മളായത് എഴുതിയെങ്കിൽ എങ്ങനെ എഴുതിയെന്നെ? നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഞാനാണ് എഴുതിയെന്നെ. ഈ ഏഴയും പൂഴിയും കൃമിയും ചാരവുമായ ഈ പാവപ്പെട്ട ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ കഷ്ടതയൊന്നും ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവസാനം എൻ്റെ അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ട് പറയും, ഓർക്കുമ്പോഴൊന്ന് പ്രാർത്ഥിക്കണം. വേറൊന്നുമില്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ട് ഒന്ന് വിളിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയാ. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് എഴുതിയെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ ഫോൺ നമ്പറിൻ്റെ കളിയായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞു. പോട്ടെ, ഇവിടെയാണ് ലൂക്കോസിൻ്റെ വില. ഒരക്ഷരം മിണ്ടുന്നില്ല, ഈ ത്യാഗത്തെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. പൗലോസ് ഇങ്ങനെയാണ്. പലവട്ടം പട്ടിണി, ഉറക്കിള, പാപത്ത്, നഗ്നത, വാളെന്നൊരൊറ്റ കാറ്റഗറി പറഞ്ഞു കൊടുക്കുക. ഒരു നിമിഷം അതനുഭവിച്ചറിയാം വാളിൻ്റെ ഭീതി എന്താണ്. ഒരു നിമിഷം ഈ ആപത്ത് അനുഭവിച്ചാൽ അപ്പോൾ അറിയാം അതിൻ്റെ ഗൗരവം എത്ര വലുതാണെന്ന്. ഇതൊക്കെ പറഞ്ഞു വിട്ട പൗലോസ് ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് ദോഷം ചെയ്തു എന്ന് അവൻ്റെ പേരും വിലാസം എടുത്ത് പറയണേ. ഈ മനുഷ്യൻ ആ കൊടുത്ത പണി ചിന്തിച്ചിട്ട് എന്തൊരു ഗ്രാവിറ്റിക്കായിരിക്കും അടിച്ചാൽ. ഇത്രയും ക്ഷമിക്കുന്ന പൗലോസ് ഇവൻ്റെ പേരെഴുതി വെക്കണമെങ്കിൽ ഇവൻ ഏത് ബോംബായിട്ടെന്നൊരു പിടിയില്ല. ഇപ്പോൾ ചില ആളുകൾ പണി തന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ നമ്മൾ ചിന്തിക്കുന്നതൊന്നും നീക്കിയില്ല. കാര്യമൊക്കെ ശരിയാണ്. ഇതിൽ ഏറ്റവും രസം ഈ ചിരിച്ചോണ്ട് പണി തരുന്നുണ്ട്. അതാണെന്ന് തയ്യാൻ വയ്യാത്ത കാര്യമൊക്കെ. ചില പണി വന്നു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് കുഴി ചെല്ലുന്നതിന് മുമ്പ് അറിയുന്ന പണി താണ്ട് അവിടെ നിന്നാണ് വന്നതെന്നാണ്. ഇതുപോലത്തെ അടിയുണ്ടെന്ന്. പോട്ടെ, അപ്പം തീരെ സഹികെട്ടപ്പെടാ പൗലോസ് എഴുതിയ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ എന്നിട്ട് ഒന്നുകൂടെ അത് വേണ്ടാന്ന് ഓർത്തിട്ട് പറയാ, പോട്ടെ, പാവപ്പെട്ടവനോട് ദൈവം കരുണ കാണിക്കട്ടെ. ഇതാ ക്രിസ്തീയ മനസ്സ് അല്ലേ? ആ മനസ്സിലേക്ക് വരണം. ചില വേദനകളൊക്കെ നമ്മളും വികാരജീവികളല്ലേ, ചിലപ്പോൾ ചിലതൊക്കെ പറഞ്ഞു പോകും. എങ്കിലും ഉള്ളിൽ തുടിക്കുന്ന ആ സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഭംഗി എന്താ?
പകയില്ലാത്തൊരു ഹൃദയം, വെറുപ്പില്ലാത്തൊരു ഹൃദയം, സംശുദ്ധ മനസ്സ്. അത് ഭയങ്കര സുഖമാണ്. ആ തെളിഞ്ഞ പേപ്പറിൽ എഴുതുന്ന വളരെ ഭംഗിയാന്നേ. ഇവിടെ മനസ്സൊക്കെ ശുദ്ധമാകട്ടെ, നമുക്ക് ചിലതൊക്കെ പ്രവർത്തിക്കാന്നേ. കർത്താവ് എല്ലാവരും നിറക്കാൻ തക്കതായി അവൻ്റെ പക്കലുണ്ട്, സകലതുമുണ്ട്. പ്രിയരെ, ഇവിടെ ഈ കിടപ്പിൽ നമ്മളൊക്കെ ഇത് വായിക്കുന്ന കരച്ചിൽ തുടങ്ങും. എന്തെല്ലാം ഓർത്ത് കരയും. കുറഞ്ഞ വർഷം പിച്ചും പെയ്യുമെങ്കിലും പറയും. ഇതെല്ലാം കണ്ടിട്ട് ഇത് വായിച്ചിട്ട് ആരെയും കുറ്റം പറയണ്ടെന്നേ. ഈ പ്രായമായ മനുഷ്യരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ട് ആളുകൾ അപഹസിക്കും. നമ്മുടെ നാളെ എന്തെന്നറിയില്ലെന്നേ. പ്രായമുള്ള മനുഷ്യരെ 20 കാണുമ്പോൾ നമ്മുടെ നാളുകൾ കൂടി ഓർക്കണം അല്ലേ? സ്തോത്രം. എന്തിനാ പറഞ്ഞേ? പൗലോസ് പിച്ചും പെയ്യൊന്നും പറയാതെ അതിങ്ങനെ നോക്കി. മനോഹരത്തിലൂടെ 1000 ചിന്തകൾ കടന്നുപോയി. റോമിലെ നിയമം അനുസരിച്ച് ഒരുവനെ ഇങ്ങനെ കൊല്ലാൻ വിധിയിട്ടാൽ നാളെ മുതൽ എപ്പോൾ വേണമെങ്കിലും മരണം നടക്കാം. ഇങ്ങനെ വരുമ്പോൾ ഇവരിങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങൾ എണ്ണം. 1, 2, 3. ഇതെങ്ങനെ സങ്കല്പിക്കുന്നത്? അവർ മനസ്സിൽ സങ്കല്പിക്കും, അടുത്ത തടവുള്ളിയെ കൊന്നത് 50 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 50 കിട്ടും. എന്നിട്ടേ 50, 49, 48 എണ്ണി ഒരു 10 ആകുമ്പോഴേക്ക് പിടച്ചിൽ കൂടും. ആൾ മനോരോഗിയാകും, മുടി വലിച്ചു പറിക്കും, സമചിത്തത നഷ്ടപ്പെട്ടിട്ട് അലറും, റോമാ കൈസറെ ചീത്ത വിളിക്കും, അനാവശ്യങ്ങളൊക്കെ പുലമ്പും. സമനില തെറ്റിക്കുന്ന ഈ കിടക്കുന്ന മനുഷ്യന്റെ അലർച്ചയും അലമുറയൊക്കെ കാണുന്നത് ക്രൂരന്മാരായ പടയാളികൾക്ക് സന്തോഷമാണ്. ഈ സാഡിസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പൗലോസിനെ നോക്കുമ്പോൾ അവന്മാരമ്പരന്ന് പോകുന്നൊരു വാക്ക്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇത് തുടരെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കും ഈ സന്തോഷത്തിന്റെ, ആ മനുഷ്യന്റെ ആത്മാർത്ഥതയുടെ, ധൈര്യത്തിന്റെ, ആ ബലത്തിന്റെ ആ വൈശിഷ്ട്യം കണ്ടപ്പോ ഒരാകാംക്ഷ. അവർ ചിലർ ചോദിച്ചു, സുഹൃത്തേ, മരണം കണ്ടിട്ടും ഭയം വരാതെ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ കിട്ടിയ ഈ ശക്തിയുടെ പേരെന്താ? അദ്ദേഹം പറയാതെ ശക്തിയല്ല, കൃപയാണ്. കൃപ. അത് കഴിച്ച ഭക്ഷണത്തിൻ്റെ ബലമല്ല, കുടിച്ച വീഞ്ഞിന്റെ ബലമല്ല, പ്രതിമാസ ശമ്പളത്തിന്റെ ബലമല്ല, അപ്പൻ വീതം വെച്ച് തന്ന സമ്പത്തിന്റെ ബലമല്ല. കൃപ, കൃപ, കൃപ. കൃപയൊന്നുകൊണ്ട് മാത്രം ഞാൻ ആയിരിക്കുന്നത് കൃപ. ലോകത്തേറ്റവും അധികം ഭക്തൻ വിലമതിക്കേണ്ട ആ പദമാണ് നമ്മുടെ സമ്പത്ത്, കൃപ. അവരിൽ പലരും മാനസാന്തരപ്പെട്ടെന്ന്, ഈ വന്നൊന്നന്മാര് മാനസാന്തരപ്പെട്ടെന്ന് കളിയാക്കാൻ വന്ന മാനസാന്തരപ്പെട്ടു. സ്തോത്രം. നമ്മളാണെങ്കിൽ അവനോട് ഏതായാലും മരിക്കുക, ഇവനോട് 2 പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമ്മുടെ ജോബിപ്പാസ് വെടിപ്പുണ്ട്. ഈ തിരുവനന്തപുരം ഭാഗത്തൊന്നും കൂടെ പിള്ളേർ പരസ്യം നടത്തി വന്നു. അമ്മമാർ വന്ന് നല്ല പിള്ളേരാണ്. അമ്മമാർ ഇവിടെ കണ്ട് വന്ന്, മാവേലിക്കര ഇവിടെ കണ്ടുവന്ന് പരസ്യവും നടത്തി. ആരാണ്ട് കയറി ഇവരെ തല്ലി. അമ്മമാർ 1-2 തല്ലി കൊണ്ടുവച്ചാൽ വാക്യം പെട്ടെന്ന് ഓർത്ത് വാങ്ങുന്നതിനേക്കാൾ ആ വചനം അവർ ക്രിയ ചെയ്തു. അവർ കയറി എന്ന് പെരുമാറി തിരിച്ചു. അതും തിരുവനന്തപുരം പിള്ളേരല്ലേ, നല്ല പ്രോഗ്രാം അറിയാവുന്ന പിള്ളേർ. മുമ്പ് പറഞ്ഞ പോലെ സിംഹവടിയിൽ അമർന്ന് ഇത് പണി കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മമാര് ആ പ്രശ്നമായി. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു 2 കൂട്ടർ. ഇപ്പോൾ എസ് ഐ ഒരു മാന്യനായതുകൊണ്ട് പുള്ളി കാര്യമൊക്കെ പഠിച്ചപ്പോൾ ഈ കുറ്റം വന്നവന്മാരുടെ ഭാഗത്താണ്. പുള്ളി ചോദിച്ചേ, അല്ല ഇവരവിടെ പ്രസംഗിച്ചപ്പോൾ നിങ്ങളെന്തിനാ അവിടെ പോയി അലമ്പിയ? കാര്യം പറ. നിങ്ങൾ തല്ലിയോ? തല്ലി. എന്തിനാ തല്ലിയേ? അതിൻ്റെ ആ ക്യാപ്റ്റൻ ഇങ്ങനെ വിറച്ചോണ്ട് പറയാ, എൻ്റെ പൊന്നു സാറേ, പാസ്റ്റർമാരാന്നാ ഞങ്ങൾ ഓർത്ത്, അതാ തല്ലിയെന്ന്. ഞാനീ പറഞ്ഞതിന് 2 ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. പാസ്റ്റർമാരാന്നാ ഓർത്ത്, അതുകൊണ്ടാ തല്ലിയത്. ഇങ്ങനെ ചില പള്ളികൾക്ക് അബദ്ധം പറ്റും. കാരണം അവൻ പഠിച്ച പുതിയ അഭ്യാസമെല്ലാം നമ്മുടെ ദേഹത്ത് പരിശോധിക്കുക എങ്ങനെ ഉണ്ടെന്നാണ്. മറ്റവൻ്റെ അടുത്ത് ചെന്ന് അവൻ നല്ല പെരുക്ക് വിടും. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ലാവ് പോലെ നമ്മുടെ ശരീരം അവനിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഞാനിവന്മാരെ ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ കണ്ടു, തിരുവനന്തപുരത്ത് പാടാനുണ്ട്. ഞാനിത് കഴിഞ്ഞവന്മാരെ പിടിച്ചു. ഒരുത്തനോട് പറയാ, എൻ്റെ അച്ഛാ അന്നേരം ഒരു ദൈവകൃപ അങ്ങ് വ്യാപരിച്ചെന്നു. പിരിയാൻ നേരം പറയാ, അച്ഛാ പ്രോഗ്രാം വല്ലതുകൊണ്ടേ പറയണേന്ന് എവിടെയല്ലോ.
ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടാന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് പ്രോഗ്രാമിന് പോകാൻ. ആ വഴി പോകാൻ പറ്റിയല്ലതാ. ഇതാണോ ക്രിസ്തീയം? ഇറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ റെസ്പോൺസ്. ഇതല്ല ക്രിസ്തീയ പ്രതികരണത്തിൻ്റെ ശൈലി. ആശയുദ്ധമാണ് നമ്മൾ. അതിന് കീഴടങ്ങണ്ട, അതിൽ വരവണ്ണം വിട്ടുകൊടുക്കണ്ട. അത് മറ്റൊരു സത്യം. ഐഡിയോളജിക്കൽ വാറാണിത്. നമ്മളേ ജയിക്കൂ, നമ്മൾ മാത്രം. ഞങ്ങളൊക്കെ അനുഭവസ്ഥരാണ്. ദേശ്പാണ്ഡനാണ് നമുക്ക് ചോദിക്കാം, അനുഭവസ്ഥരാണ്. വളരെ വെല്ലുവിളിയോടുകൂടി ആശയുദ്ധത്തിൻ്റെ പോർക്കളത്തിൽ നമുക്കെതിരെ കരുത്തന്മാർ അണിനിരന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ പരസ്യം പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. മനസ്സിലായില്ലേ? നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ എഴുതി വെക്കില്ലേ, ഓരോ മൃഗത്തിൻ്റെ പേരെഴുതിയിട്ട് അത് ഉണർന്നാൽ ഒരു ചോദ്യചിഹ്നം. ഒരുത്തിന് ഇതുപോലെ എന്നോട് ചോദിച്ചു, സിംഹം ഉണർന്നാൽ ഒരു ചോദ്യം. ഞാൻ പറഞ്ഞു, സിംഹം ഉണർന്നാൽ ഒരു വായ്ക്കോട്ടയൊക്കെ അടിച്ചിട്ട് വീണ്ടും കിടക്കും. അല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ഹാന്നൊക്കെ ഒന്ന് വെച്ചിട്ട് വീണ്ടും കിടക്കും, അത്രേ ഉള്ളൂ. അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ ഉണർന്നാൽ കളി മാറും, സ്ഥിതി അങ്ങ് മാറും. അത് ആയുധം കൊണ്ടുള്ള ഏറ്റുമുട്ടലൊന്നുമല്ല. ഭക്തൻ ഉണരുമ്പോൾ, അവൻ മുഴങ്കാലിരുന്ന് കഴിഞ്ഞുമ്പോൾ, അവൻ നിവരെ നിന്ന് കഴിയുമ്പോൾ സ്ഥിതി മുഴുവൻ മാറും. മുഴങ്കാലിരുന്ന് ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ചിത്രം മാറ്റി വരച്ചിട്ട് നമ്മളവിടെ ഒന്ന് ഉണരൂ. ഈ ശക്തി ഏറ്റെടുത്തിട്ട് പോകാവൂ. ഈ കർത്തവ്യ നിർവഹണത്തിൽ കരുത്തരായിട്ട് മടങ്ങാവൂ. എനിക്കിത് പൂരിപ്പിക്കണം. സഹോദരങ്ങളെ പറയട്ടെ, പൗലോസ് ഇതിങ്ങനെ വായിച്ചു. പരിഹസിക്കാൻ വന്ന ആളുകളിൽ പലരും മാനസാന്തരപ്പെട്ടു. ഉപദേശി കള്ളം പറയാമെന്ന് ഓർക്കണ്ട, വചനത്തിലുണ്ട് അതും തെളിവ്. എന്താണെന്നറിയണ്ടേ? പൗലോസ് കത്തെഴുതി പൂരിപ്പിക്കുമ്പോൾ പറയാ, കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? എടാ കൈസറേ, ഞാൻ ഒത്തിരി അത് വിളിച്ചാൽ കൈസറിഞ്ഞ് വരുമോ? അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എടാ കൈസറേ, നീ ഞങ്ങളെ പിടിച്ച് സുവിശേഷം പറഞ്ഞതിൻ്റെ പേര് ജയിലിലിട്ടാൽ എൻ്റെ വീട്ടിനകത്ത് ഞങ്ങൾ ചർച്ച് പ്ലാൻ ചെയ്യും. എൻ്റെ വീട്, അവിടെ പാട്ടുണരും, അവിടെ പ്രാർത്ഥന ഉണരും, അവിടെ കർത്തൃമേശ നടത്തും. കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. എന്നെ എടുത്തെറിഞ്ഞ് ഈ കാരാഗൃഹത്തിൽ ഇട്ടപ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ ധരിച്ചു. ഇരുട്ടിലേക്ക് എന്നെ കൊണ്ടിടുകയെന്നല്ല, ഇവിടെ കിടന്നുമുണ്ട് എനിക്കൊരു പ്രവൃത്തി. സുവിശേഷത്തിന് ബന്ധനമില്ല, അത് ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കും. അത് പ്രസംഗിക്കുന്ന മുറയ്ക്ക് അകത്ത് അതിന്റെ പ്രതിഫലനം സംഭവിച്ചു കൊണ്ടിരിക്കും. ആ പ്രതിഫലനത്തിൽ കൈസറുടെ അരമനയിലുള്ളവരും ഇത് ആത്മാർത്ഥമായി നിങ്ങളെ നോക്കി വന്ദനം ചൊല്ലത്തക്ക വിധം ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഇന്ന് അവരെ കുറിച്ചും കേൾക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ക്രിസ്തുവിൽ ഒന്നായി മാറുകയാണ്. അത് പെന്തക്കോസ്തിൻ്റെ അനുഭവം, ചരിത്രവും. അടുത്ത കാലത്തൊരു ചങ്ങാതി നമ്മുടെ കൂടെ ഒക്കെ നിന്നിട്ട് വിട്ടുപോയി. ഞാൻ ഈ അലിഗറി സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന ഒരാളല്ല, പാണ്ഡനാട് ക്ഷമിക്കണം. രസകരമായൊരു അലിഗറി പറയാം. ഈ സമാഗമന കൂടാരത്തിൽ ഒരു ഉപകരണമുണ്ട്, അത് തങ്ക നിലവിളക്കാണ്. ഈ തങ്ക നിലവിളക്ക് ഒറ്റ സ്വർണ്ണക്കട്ടിയിൽ മുഴുവൻ വാർത്തെടുക്കണം. അതിന് മലയാളത്തിൽ കിടക്കുന്ന അടിപ്പ് പണിയായി അതിനെ പണിയണം. എന്നുവെച്ചാൽ എക്സ്ട്രാ ഫിറ്റിങ് പാടില്ല. അല്പം സ്വർണ്ണം എടുത്ത് വിളക്കി ഈ സൈഡിലോട്ട് ചേർത്ത് ഒട്ടിച്ച് വെക്കാനായിട്ട് പാടില്ല. എന്താണെന്ന് വെച്ചാൽ അടിപ്പ് പണിയായി ഈ പണിതുകൊണ്ടിരിക്കെ ഈ താഴെ നടിക്കുമ്പോൾ മുകളിൽ ഇളകും, മുകളിലടിക്കുമ്പോൾ താഴെ ഇളകും. അപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ ഇളകിപ്പോയെങ്കിൽ ഓർക്കണം, ഒന്നും പേടിക്കേണ്ടത്, അടിപ്പ് പണിയായിരുന്നു. എക്സ്ട്രാ ഫിറ്റിങ്, അടിപ്പണിയല്ല, എക്സ്ട്രാ ഫിറ്റിങ്. അവനൊക്കെ പോകണം, നേരത്തെ പോകണം. ചില ചിന്ത നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തീരുന്ന ഒന്നുമില്ലെന്ന്. ഞാൻ പെന്തിക്കോസ് വിട്ടാൽ പെന്തിക്കോസ് കുറേ കൂടെ നന്നാകത്തേ ഉള്ളൂ, അല്ലാതെ എനിക്ക് പോയി വരുന്നില്ല. മനസ്സിലായില്ലേ? നമ്മൾ പോയാൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കില്ല. നമുക്ക് തോന്നുക, ചിലർക്ക് അങ്ങനെ തോന്നും, ഞാൻ പോയാൽ എനിക്ക് പോയി, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് കൃത്യമായിട്ട് ഓടും. കാരണം ഞാനതിന് പറയാറുള്ളത്, പെന്തക്കോസ്ത് സഭ ദൈവികമാണെന്നുള്ള കാരണം ഞാനും നിങ്ങളും ഒക്കെ കൂടി ഇത്രയും പരിശ്രമിച്ചിട്ടും ഇത് പൊളിഞ്ഞില്ലല്ലോ. അതതിൻ്റെ കാര്യം. ഞാനും നിങ്ങളും തീവ്രവാദികളും ശത്രുക്കളും മറ്റു പലരും ഗവൺമെൻറ്റും എല്ലാം കൂടി പണിതിട്ടും ഇതിന്നും ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ ഉണ്ടെന്ന് അതാ കാര്യം. മനസ്സിലായില്ലേ? എന്നെല്ലാം പണി നമ്മളെല്ലാം കൂടെ നോക്കി, പക്ഷെ പൊളിഞ്ഞോ? അത് പൊളിയില്ല. അതതിൻ്റെ കാര്യം. സ്തോത്രം. പിന്നെ മറ്റൊരു കാര്യം, ഈ പോയതിലൊരു കക്ഷി പറഞ്ഞു, നമ്മൾ തെരുവിൽ രൂപപ്പെട്ടതാണ്, സ്ട്രീറ്റിൻ്റെ മക്കളാണ്, തെരുവിൻ്റെ മക്കളാണ്.
കാരണം അസൂസ സ്ട്രീറ്റാണ് പുള്ളി ഉദ്ദേശിച്ചത്. അവിടെ ഉണ്ടായതാ നമ്മൾ. ഞങ്ങളൊക്കെ മധുവയ്ക്കകത്തുണ്ടായി. അപ്പം നിങ്ങളുണ്ടായതേടാ. 25 വർഷം നമ്മുടെ ഉപ്പും ചോറുമൊക്കെ ഭക്ഷിച്ചവനാ. വിട്ടുപോയപ്പോൾ പറയാം. ഇവിടെ വിട്ടുപോയപ്പോൾ ഈ കഴിച്ചതിൻ്റെ കണക്ക് മാത്രം മതി. നമ്മൾ പറയാത്ത നമ്മുടെ മാന്യത അല്ലേ. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. സ്തോത്രം. പോട്ടെ, നമ്മളതിലേക്കൊന്നും പോണ്ട. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന സകല ഗുണങ്ങളും സകലതും അനുഭവിച്ചിട്ട് ഇതിനെ തന്നെ തെറി പറയുക. നന്ദി എന്നൊരു പദമുണ്ട്, അതൊക്കെ പോട്ടെ. നന്ദിയും വിടാം. സാമാന്യ മര്യാദ ഉണ്ടല്ലേ. സ്തോത്രം. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ ആരാധനയെ കണ്ട് ചില പറയും ഇത് ചന്തയാണ്. ബഹുമാനപ്പെട്ട PC ചെറിയാച്ചാൻ ഞങ്ങളിങ്ങനെ സംസാരിച്ചൊരു സമയമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് സാന്ദർഭികമായിട്ട് ഓർത്തതും ദൈവത്തെ സ്തുതിക്കുന്നു. അത് സംസാരിച്ചപ്പോൾ ഞാൻ ഇതേ ഉദാഹരണം അദ്ദേഹത്തോട് പറഞ്ഞു. ഈ ചന്തയാണ് നമ്മൾ എന്നൊരാൾ പരിഹസിച്ചാൽ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കണം. എന്താ ഈ ചന്ത? ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കാൻ പണ്ട് കർഷകർ കണ്ടെത്തിയ ഏറ്റവും സുഗമമായ സ്ഥലമാണ് ഈ ചന്ത. അത് കർഷകനെ സംബന്ധിച്ചോളം അവൻ്റെ ആരാധനാലയം പോലെ ചന്ത. നമ്മുടെ പൂർവികരൊക്കെ ഇങ്ങനെയല്ലേ നമ്മളെ വളർത്തിയ. ഈ ചന്തയ്ക്കകത്ത് കയറി നോക്കണം. ഈ ചന്തയ്ക്കകത്ത് തക്കാളി വിൽക്കുന്നുണ്ട്, പഴം വിൽക്കുന്നുണ്ട്, മത്സ്യം വിൽക്കുന്നുണ്ട്, വാങ്ങുന്നവൻ വാങ്ങുന്നുണ്ട്. നമ്മളിതിൻ്റെ പുറത്തിറങ്ങി കേട്ട മഹായരപ്പാ. അകത്ത് കയറി കഴിഞ്ഞാൽ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. മനസ്സിലായില്ലേ? ഇതിനകത്ത് കയറിയാലേ മനസ്സിലാവുള്ളൂ ഇതെന്താന്ന്. അതിനകത്ത് വിൽക്കേണ്ടവൻ വിൽക്കുന്നു, വാങ്ങേണ്ടവൻ വാങ്ങുന്നു. വെറൈറ്റി അനുസരിച്ച് സാധനം അവൻ്റെ ലാഭത്തിന് വിൽക്കുന്നു, അവൻ്റെ ലാഭത്തിന് മേടിക്കുന്നു. അതുകൊണ്ട് ആ ഉദാഹരണം നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് കുറയ്ക്കരുത്. അത് വളരെ ശരിയാണ്. കാരണം എന്താ, ഇവിടെ ആശയവിനിമയം നടക്കുന്ന സ്ഥലമാണ്. ഉയരത്തിലേക്ക് പുറത്ത് നിൽക്കുന്നവന് ബഹളമാണ്, അകത്ത് നിൽക്കുന്നവന് ഇത് ആശയവിനിമയത്തിൻ്റെ സ്ഥലമാണ്. സ്തോത്രം. ഇല്ലേ എന്താ ഈ നമ്പർ 312 അസൂസ സ്ട്രീറ്റ് കാലിഫോർണിയയിൽ നടന്ന എന്താണെന്നറിയണ്ടേ? അത് പഠിക്കുമ്പോഴാണ് 101 വർഷത്തിൻ്റെ ഒരു അതിജീവന ചരിത്രം നമ്മെ അഭിമാനപൂരിതരാക്കി തീർക്കുന്നത്. എന്താ അത്? അവിടെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ ഒരു കത്തോലിക്ക പാതിരി അദ്ദേഹത്തിൻ്റെ പിതാവിനെ പണ്ട് അങ്ങ് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ കൽക്കരിക്കനി പണിയെടുക്കാൻ കൊണ്ടുവന്നാണ്. ഈ കത്തോലിക്ക പുരോഹിതൻ ഇവരോടൽപ്പം മനസ്സലിവൊക്കെ കാണിച്ച് അദ്ദേഹത്തിനറിയാവുന്ന വിധത്തിൽ യേശുവിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ്റെ അപ്പനും കുടുംബവും ഒക്കെ യേശുവിനെ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരാണ് വില്യം ജെ സൈമൂർ. സൈമൂർ പഠന സൗകര്യാർത്ഥം വന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണ്. വൈറ്റ്സും ബ്ലാക്കുമൊക്കെ സഹകരിക്കാത്ത ആ പഴയ കാലത്ത് അദ്ദേഹത്തിന് ഈ ക്ലാസ്സിൽ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങോട്ടിരിക്കണം, ആ വരാന്തയിൽ ഇങ്ങോട്ട്. സൈമൂർ സംശയം ചോദിച്ചാൽ അധ്യാപകർ പറയില്ല, അവഗണിക്കും. പക്ഷേ സൈമൂർ മിടുക്കനായൊരു കുട്ടിയായിരുന്നു. ഒരു ദിവസം പ്രൊഫസർ ക്ലാസ് എടുക്കുമ്പോൾ ആ വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ദൈവജനത്തിൻ്റെ ആ പ്രഭാഷണം ശക്തിപ്പെട്ടപ്പോൾ പറഞ്ഞു, ഒരിക്കൽ നിങ്ങൾക്ക് ലോകത്തെ ഇളക്കാൻ സാധിക്കും, ഇളക്കി മറിക്കാനുള്ളൊരു ശക്തി നിങ്ങളിലുണ്ട്. ഈ ചിന്ത, ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ഒരു അഭിഷേകം നിങ്ങളിലുണ്ടെന്ന് നിരന്തരം കേട്ടപ്പോൾ ഈ സൈമൂറും 8 സഹകാരികളും ഒരുമിച്ച് അസൂസ സ്ട്രീറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ശക്തിപ്പെട്ടു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് ഈ നാവ് കുഴഞ്ഞു, ശബ്ദം പുറത്തു വരാൻ വെമ്പുന്നു. എന്തൊക്കെയോ ജൽപ്പനം പോലെ ചില വാക്കുകൾ പുറത്തേക്ക് വരുന്നു. ഇതൊന്ന് കാണാൻ ഓടിക്കൂടുന്ന ആളുകൾ കണ്ടത് അവ്യക്തമായ ഭാഷയിൽ എന്തൊക്കെയോ പുലമ്പുന്ന, ചാടുന്ന, കൈയടിക്കുന്ന 7-8 ചെറുപ്പക്കാരെ. ആകാംക്ഷ നിറഞ്ഞവരും ഒരു പ്രത്യേക പരിധി വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവരും ചാടുന്നു. അന്തരീക്ഷം മാറി. ആ ഉണർവിൻ്റെ അലകൂലികളിൽ ആത്മനിറവ് ശക്തിപ്പെട്ടിരിക്കാനിടയില്ലാതെ ഇവരുടെ ചെറിയ റൂം വിട്ട് വരാന്തയിൽ ആളുകളിരുന്നു. അല്പം കഴിഞ്ഞ് സൈമൂറും കൂട്ടരും എപ്പോൾ ഈ ആലയം വന്ന് തുറന്നാലും ആളുകൾ ഇവർക്ക് ചുറ്റും കൂടാൻ തുടങ്ങി. ഇവർക്ക് ദൈവജനം പ്രസംഗിച്ച് 1-2 വാക്കുകളെ പറയാൻ പറ്റുന്നുള്ളൂ. നാവ് കുഴഞ്ഞിട്ട് ആത്മനിർവൃതിയുടെ ഒരു പുത്തൻ ഉണർവിൻ്റെ തലത്തിലേക്ക് അവർ ഉയരുകയാണ്. ക്രമേണ തെരുവിലെല്ലാം ആൾ കൂടി ആ തെരുവ് നിറഞ്ഞു. അസൂസ സ്ട്രീറ്റിൽ
അതിശക്തമായ ആത്മപകർച്ച നടക്കുമ്പോൾ, ന്യായവിധിയെക്കുറിച്ച് മാനസാന്തരത്തെക്കുറിച്ച് ദൈവദാസനം കൊണ്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പറ്റം ബ്ലാക്സ് അവരുടെ കയ്യിലെ ഓപ്പിയം, നമ്മളിന്ന് കഞ്ചാവെന്നൊക്കെ പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ, മാരക മയക്കുമരുന്നുകളുടെ വലിയ പാക്കറ്റുകൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങളിതൊക്കെ വിപണിയിൽ വിറ്റ മനുഷ്യരാ. ചില ആളുകൾ മാരകായുധങ്ങൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ വൈറ്റ്സിനെ കൊന്നൊടുക്കാൻ ഉപയോഗിച്ചു വന്ന ക്രൂരായുധങ്ങളാ. യജമാനനെ കൊന്നൊടുക്കാൻ പണിയിച്ചു വെച്ച കത്തിയും കടാരയും തോക്കുമൊക്കെ ഇങ്ങനെ കാണിച്ചു. അതൊക്കെ അങ്ങോട്ട് വാരി നിലത്തിട്ടു. സെയ്മൂർ പ്രാർത്ഥിച്ച് അതിനൊക്കെ നിർവീര്യമാക്കി തകർത്ത് ഉന്മൂലനം ചെയ്തു. അല്പം കഴിഞ്ഞ് സെയ്മൂർ ഒന്നുകൂടെ പറഞ്ഞു, ആരെയാ നിങ്ങൾ കൊല്ലാനിരുന്നപ്പോൾ അയാളുടെ അരികിൽ ചെന്ന് പാദത്തിൽ വീണ് മാപ്പിരക്ക്. ഈ ക്രൂരൻ, ഈ കിരാതൻ, ഈ ഗുണ്ട മയക്കുമരുന്ന് ഉപേക്ഷിച്ച്, ആയുധം ഉപേക്ഷിച്ച് യജമാനന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, യജമാനനെ മാപ്പാക്കണം, നിന്നെ കൊല്ലാനിരുന്നതാ, നിനക്ക് വേണ്ടി പണിയിച്ചു വെച്ചതാ ഈ ആയുധങ്ങൾ, മാപ്പാക്കണം യജമാനനെ. യജമാനന്റെ വാക്ക് അതിലും അത്ഭുതജനകമായിരുന്നു. സഹോദര, നീ എന്നോട് മാപ്പാക്കണം, നീ എന്നെ ക്ഷമിക്കണം. കന്നുകാലിയെപ്പോലും നിന്നെ കരുതാതിരുന്ന ഒരു ക്രൂര മനുഷ്യനാണ് ഞാൻ. നീ ഉണ്ടാക്കിയ ആയുധം പോരാ, ഞാൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ. ഇരുവരും ചേർന്ന് കെട്ടിപ്പുണർന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. രൂപപ്പെടുത്തിയ ഉണർവിൻ്റെ പാരമ്പര്യമുള്ളവരാ അസൂസ സ്ട്രീറ്റിൻ്റെ പിൻഗാമികൾ. നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തോട് മുഴുവൻ വിളിച്ചു പറയാം, സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ മനോഹരമായ ആശയം കൊണ്ട് ലോകത്തെ ഇളക്കി മറിച്ച അതുല്യമായ നവോത്ഥാന പ്രസ്ഥാനമാണ് പെന്തക്കോസ്. അതിന്റെ വക്താക്കളായ ഞാനും നിങ്ങളും ഈ സുവിശേഷത്തിന്റെ ദീപശിഖ, ഈ മഹത്തരമായ പതാക ഇന്ത്യൻ മണ്ണിൽ ഉയർത്തുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മൾ മാനവികതയുടെ ഉദാത്ത സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ മഹത്തരമായ ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. വിശ്വസിച്ചട്ടെ, ഞാൻ നീട്ടണില്ല. ഈ കിടപ്പിൽ അപ്പസ്തലൻ ഒട്ടിച്ചു വെച്ച മരണമൊഴി കണ്ടിട്ട് തന്നെ കൊലപ്പെടുത്തുമെന്ന് വായിച്ചിട്ട് ഭയചകിതനായില്ല. തമ്പുരാൻ പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ ഇന്നല്ലല്ലോ ഇതിനു വേണ്ടി ശക്തിപ്പെടുത്തിയേ. മരണത്തിൻ്റെ പൊരുള് തേടിയ ചോദ്യങ്ങൾ പണ്ട് നിനക്ക് നേരെ വന്നപ്പോൾ യോബിനും മനസ്സിലാകാത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിനക്കല്ലേ തന്നത്? ഒരു യഹൂദനും പിടികിട്ടാത്ത മരണമെന്ന സമസ്യയുടെ ഉള്ളടക്കങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നില്ലേ? ഇയ്യോബ് ചോദിച്ചു, ഒരു മനുഷ്യനായാൽ, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അത് വീണ്ടും തളിർവിടും, വെള്ളത്തിന്റെ ഗന്ധം കിട്ടിയാൽ മതി, അത് പൊട്ടിക്കിളുക്കും. പുരുഷനോ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പഴയ നിയമം മുഴുവൻ മരണം വരെക്കൊണ്ട് മനുഷ്യജീവിതത്തെ എത്തിച്ച് അത് അപ്പുറത്തെന്തെന്നറിയാനുള്ള ജിജ്ഞാസയിൽ നിർത്തിയപ്പോൾ ഒരിക്കൽ അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. ഞാനൊരു മർമ്മം, ഒരു ഭക്തനും പഴയ നിയമത്തിൽ മനസ്സിലാക്കാത്ത, ന്യായശാസ്ത്രിക്ക് പിടികിട്ടാത്ത ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. എവിടെ നിന്ന് കിട്ടി ഈ മർമ്മം? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ പകർന്നു തന്ന ആ മർമ്മത്തിന്റെ കലവറ 1 കൊരിന്ത്യർ 11:21 പറയുമ്പോൾ 15-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആ മർമ്മം വെളിപ്പെടുത്തി തരിക. നിരവധി മർമ്മങ്ങളുടെ ആ വഴിത്താൽ സഞ്ചരിക്കുന്ന പൗലോസ് പറയുക, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നമ്മുടെ പ്രാണൻ എന്താകും, ശരീരം എന്താകും, ദേഹം എന്താകും, ദേഹി എന്താകും എന്നിട്ട് ചുരുക്കം വാക്കിൽ ഒരു തെസീസ് അവതരിപ്പിക്കുക. ഇയ്യോബ് ചോദിച്ച ആ പ്രബന്ധത്തിന് ഒരു വലിയ ഹൈപ്പോത്തസീസ് അവതരിപ്പിക്കുക. ഇയ്യോബ് ചോദിച്ചതാണ്, പുരുഷൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? അദ്ദേഹം പറയാ, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ അവകാശമാക്കയില്ല. അങ്ങനെ വരുമ്പോൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം, നമ്മൾ മൺമയന്റെ പ്രതിമ ധരിച്ചതുപോലെ വിൺമയന്റെ പ്രതിമ ധരിക്കും. അതങ്ങോട്ട് എഴുതി വന്നപ്പോൾ പൗലോസിന് സ്വയം ഒരു ചോദ്യം അവിടെ ഒന്നുണ്ട്. ഞാൻ ആ രംഗം ഇങ്ങനെ ഓർക്കുക. നേരിയ രോഗവും ഭാരവും ഒക്കെ അലട്ടുന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. ചിലതരം രോഗമൊക്കെ വരുമ്പോൾ, മരണം മുമ്പിൽ കാണുമ്പോൾ ഈ കുരുന്തലേഖനമൊക്കെ എഴുതുകയായിരിക്കും. അപ്പം മരണം പറയും വരാൻ. ഒരു കാര്യം അറിയോ, ഈ മരണത്തിന് ആകപ്പാടെ ഇത്രയും സംസാരിക്കാനുള്ളൂ, വാ നമുക്ക് പോകാമെന്ന്. വേറൊന്നുമില്ല, ടോക്ക്, ചെറിയൊരു ടോക്കേ ഉള്ളൂ. നമ്മുടെ കണ്ണൂരിൽ പരസ്യത്തിന് ചെന്ന് അടിക്കുക ഒരു ഇടതുപക്ഷ കോട്ടയുണ്ട്, അവിടെ പ്രസംഗിക്കണം. പാർട്ടി ഗ്രാമമൊക്കെയാണ്. നമ്മുടെ ക്രിസ്റ്റോഫർ പാസൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ സൂക്ഷിച്ച് പറഞ്ഞില്ല, അകപ്പാടാ നമ്മളൊരു രക്തസാക്ഷിയാവും.
ഒത്തിരി രക്തസാക്ഷി ഉണ്ടോത്തിൻ്റെ കൂടെ ഒരു പാസ്റ്ററും രക്തസാക്ഷിയാവും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പറയണം. അവിടെ ഈ കണ്ണൂർ കോട്ട എന്നൊരു സ്ഥലമുണ്ട്. ദിനകർ പാസ്റ്റർക്ക് അറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കണ്ണൂരുകാരും അത് കണ്ടിട്ടില്ല. വേറെ ദിവസം അല്ലേ? അങ്ങനെയാണ്. അങ്ങനൊരു കാര്യമുണ്ട്. ലോകത്തൊരിക്കലും അവിടെയുള്ളൊരു സ്ഥാപനം അവിടുത്തുകാരൻ കാണുകയല്ല. അതാ എൻ്റെ ഒരു സന്തോഷം. പോട്ടെ. ഈ കണ്ണൂർ കോട്ട എന്ന് പറഞ്ഞ് കടമനിട്ടയ്ക്കൊരു കവിതയുണ്ട്. ആ കവിതയിൽ കടമനിട്ട ഈ കണ്ണൂർ കോട്ട കണ്ട് ഇങ്ങനെ പോവാം. അപ്പോൾ പഴയ തുരുമ്പിച്ച പീരങ്കി, പണ്ടത്തെ ആയുധങ്ങൾ അതെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന അതെല്ലാം കണ്ട് വരുമ്പോൾ ഒരു ചെറിയ കിളിവാതിൽ. കടമനിട്ട ആ കവിതയിൽ എഴുതി, ഈ രാജാവിന് ഈ ശക്തിമത്തായ ഗർജിക്കുന്ന പീരങ്കിയേക്കാൾ വിശ്വാസം ഈ കിളിവാതിലായിരുന്നു. ഇതുവഴിയാ പുള്ളി രക്ഷപ്പെട്ടെ. പീരങ്കികൾ തുരുമ്പിച്ചിട്ടും കിളിവാതിൽ ഇന്നും അവിടെ തുറന്നിരിപ്പുണ്ട്. ഇതായാലൊരു ചിന്ത. അദ്ദേഹം ഇത് കണ്ട് മുമ്പോട്ട് പോയപ്പോൾ ഈ കാവൽക്കാരൻ വന്നിട്ട് പറഞ്ഞു, അയാൾക്ക് ക്ലോസ് ചെയ്യണം സാർ, സമയമായി. അപ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞ വെയിറ്റ്, ഞാൻ ഒന്നുകൂടെ കാണണ്ടേ. കുറേ കണ്ട് അവസാനം കാവൽക്കാരൻ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ആകെ ശുഭിതനായി പറയാ, സാർ സമയമായി. കവി തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സമയമായല്ലേ? ഒരു ദിവസം ഒരുവൻ വന്ന് നിന്നോടും പറയും സമയമായി. ഇതാണ് ആ കവിത. ഞാനിത് ആലപിച്ചാണ് അവിടെ പ്രസംഗിച്ചത്. മരണം നമ്മളോടും വന്ന് പറയും സമയമായി. പക്ഷെ അതിനെ തട്ടി മാറ്റാവുന്ന അതാ രസം. എങ്ങനെയാണെന്നറിയണ്ടേ? പൗലോസിന് ഈ ജഡത്തിലെ ശൂലം ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊരിന്ത്യലേഖനമൊക്കെ എഴുതുമ്പോൾ അറ്റാക്ക് വരുന്നുണ്ട്, പ്രഷർ വരുന്നുണ്ട്, പലതരം വിഷയം വരുമ്പോൾ ഇത് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ശല്യം കയറി വരുമ്പോഴേക്ക് നമ്മൾ എന്തോലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ശല്യം വരുമ്പോൾ ഓടിച്ചു വിടുന്ന പോലെ മാറി നിൽക്കാൻ പറഞ്ഞ പോലെ ഈ രോഗത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടാണ് ഈ കൊരിന്ത്യലേഖനം എഴുതുന്നത്. അപ്പം നമ്മൾ കർത്താവിന് വേണ്ടി എൻഗേജ്ഡ് ആയാൽ രോഗം വരുന്ന പോലും അറിയത്തില്ലെന്ന്. പലയാവർത്തി മരണം വന്ന് വിളിക്കുമ്പോഴൊക്കെ ഭക്തൻ പറയും, മരിക്കാം, പേടിയൊന്നുമില്ല, ശരിക്കും ലേഖനം തീർക്കണം. നീ അവിടെ നിൽക്ക്. മരണത്തെ വിരച്ചൂണ്ടി അവിടെ നിർത്തിയിട്ട് പറയാ, ഇതൊന്ന് പൂർത്തീകരിക്കണം, തമ്പുരാൻ ലഭിച്ച മിനിസ്ട്രി പൂർത്തീകരിക്കണം. അതുവരെ നമുക്ക് മരണത്തോട് പറയാം, യു വെയിറ്റ്, അവിടെ നിൽക്ക്, എനിക്കിതൊന്ന് തീർക്കണം, ഇതൊന്ന് എഴുതി തീർക്കണം. സ്വപ്നങ്ങളുള്ളവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റൂ. കാഴ്ചപ്പാടുകൾ വിശാലമാകട്ടെ, നമ്മുടെ ചിന്തകൾക്ക് ശക്തി വരട്ടെ, ആ ചിന്തകൾ ചിറക് ധരിക്കണം, അത് പറക്കണം. ഇതുവരെ ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അതിന് പ്രായം തടസ്സമല്ല, അതിന് പണം തടസ്സമല്ല, ജീവിത ചുറ്റുപാടുകളൊന്നും തടസ്സമല്ല. സ്തോത്രം. ഒരുതം പറഞ്ഞ് FCRA മരവിപ്പിക്കും. നമുക്ക് അങ്ങനെ വരും, ഇങ്ങനെ വരും. നീ ചെയ്യ്, ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യും. ആരാ വേണ്ടെന്ന് പറഞ്ഞ് ഇതെല്ലാം അങ്ങ് ചെയ്തോന്നേ. നിങ്ങളെല്ലാം വെള്ളം ചെയ്യും, എല്ലാവരെയും കൂടെ പിടിച്ച് ജയിലിടും. ഇതുകൊണ്ടല്ലോ നമ്മൾ തോക്കുമോ? ഇതുകൊണ്ടല്ലോ പരാജയപ്പെടുവോ? ഇതൊന്നും ഇല്ലാത്ത കാലത്തും യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച പൈതൃകം നിന്റെയും നിങ്ങളുടെയും പിന്നിലുള്ളതിന്റെ തെളിവാ. നമ്മുടെ പൂർവികരുടെ കഷ്ടപ്പാടുകളുടെ ആ കാലടി പാതകളെ താണ്ടിയ നമ്മൾ ഈ 101 വർഷം പിന്നിട്ടെ. സ്തോത്രം. പൗലോസിലേക്ക് വന്നിർത്താം. സമയം എത്തുന്നു, എനിക്ക് അനുവദിച്ച സമയം. പ്രിയരേ, ഈ ഘട്ടത്തിൽ പൗലോസ് വിഷണ്ണ ഇങ്ങനെ നിൽക്കെ ഈ കൊരിന്ത്യലേഖനത്തിലെ മരണചിന്തയെല്ലാം എഴുതി ഇങ്ങോട്ട് വന്നപ്പോൾ ആകാംക്ഷാഭരിതനായിട്ടൊരു ചോദ്യം, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഒറ്റ ചോദ്യം. ഇന്ന് ജയിലിൽ കിടന്ന ആരോ ഒട്ടിച്ചു വെച്ച വാർത്താ ബോർഡിൽ കിടക്കുന്ന ഈ വാക്ക് വായിച്ചു, നിന്നെ കൊല്ലും. പഴയ വചനം കയ്യിലേക്ക് എടുത്തിട്ട് തിരിച്ചൊരടി, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? എല്ലാത്തരം നമുക്ക് വിരോധമായ കയ്യെഴുത്തുകളെ മായ്ക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പരാജയങ്ങളെ വീണ്ടും ചൂണ്ടിക്കാണിച്ച് ശത്രു ജയഘോഷം കൊള്ളുമ്പോൾ ഭക്തൻ ചോദിക്കണം, നിന്റെ ജയം എവിടെ? നിനക്ക് ജയിക്കാനാവില്ല. ഈ കിടപ്പിൽ പൗലോസ് അവസാനം എഴുതുന്ന ലേഖനങ്ങളിൽ ഒന്നാണ് 2 തിമോത്തിയോസേ, നിന്നെ ഒന്ന് കാണണം, വേഗത്തിൽ എൻ്റെ അരികിൽ വരണം. ഈ കുടുംബം പറഞ്ഞു, നീ വരുമ്പോൾ ഞാൻ കർപ്പോസിൻ്റെ പക്കൽ വച്ചിട്ട് പോകുന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണം. ജീവിതത്തിൽ പൗലോസ് ചോദിച്ച ഒരേ ഒരു ഭൗതിക വസ്തു ഈ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളുമാണ്. ഇത് വായിച്ച ശേഷം മനുഷ്യനോട് ഭൗതികാവശ്യങ്ങൾ പറയുന്നത് അർത്ഥം ഗ്രഹിച്ച ശേഷം നിർത്തി. ഞാൻ അദ്ദേഹം ഇതേ ആഗ്രഹിച്ചുള്ളൂ. കോടികളുടെ സ്വത്തിൻ്റെ ആസ്തിയായ ഒരുവൻ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ
എനിക്കൊരു പുതപ്പ്, അതും എൻ്റെ പഴയ പുതപ്പ്. പുതുത് വാങ്ങിക്കൊടുക്കാൻ നൂറുകണക്കിന് ആളുകൾ, സന്തത സഹചാരികളുള്ളപ്പോൾ അവരെ ഒന്നും വിഷമിക്കുകയണ്ട. നീ വരുമ്പോൾ എൻ്റെ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും. നീ വരുമ്പോൾ മാർക്കോസിനെ കൂടെ കൊണ്ടുവരണം. അത് വേറൊരു വിഷയ. കത്ത് കിട്ടിയ പാടെ തിമത്തിയോസ് അവിടേക്ക് കുതിച്ചു എന്നാണ്. മാർക്കോസും കൂടെ ഉണ്ട്. രണ്ടാളും അവിടെ ചെന്ന് പൗലോസിനെ കാണാൻ അനുമതിയൊക്കെ വാങ്ങി. ആ കാവൽക്കാരനോട് പറയും, ഞങ്ങൾക്കകത്തൊന്ന് പ്രവേശിക്കണം. ചരിത്ര വിവരണം എങ്ങനെയാ? കാവൽക്കാരൻ ചോദിക്കും, നിങ്ങൾ ആരെ തിരഞ്ഞു വന്നു? ഞങ്ങൾ പൗലോസ്, തർസോസിലെ ശൗൽ എന്ന് വിളിപ്പേരുള്ള പൗലോസിനെ. ഓ, കാര്യമെല്ലാം കേട്ടിട്ട് ചോദിക്കും, നിന്റെ പേര് തിമത്തിയോസ്, ഇത് മാർക്കോസ്. കുറേ നേരം മൗനം അവലംബിച്ചിട്ട് കാവൽക്കാരൻ പറയും, ഓ തിമോത്തി, നീ താമസിച്ചു പോയിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ സൂര്യോദയത്തിനു മുമ്പ് നിന്റെ ഗുരുവിനെ ചങ്ങല ധരിപ്പിച്ച് വലിച്ചിഴച്ച് ഈ തെരുവീതിയിലൂടെ ശിക്ഷ നടപ്പിലാക്കുന്ന 3 ജലധാരകൾ വന്ന് സമ്മേളിക്കുന്ന 3 ഫൗണ്ടെയിൻ എന്നൊരു സ്ഥലമുണ്ട്. അവിടേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ആ വെള്ളത്തിൻ്റെ ഇരമ്പലിൽ ആരുടെയും അലർച്ച കേൾക്കാതെ അവിടെ എരിഞ്ഞടങ്ങണം ആ ശബ്ദം. തിമോത്തി, ഇതുവഴി പല തടവ് പുള്ളികളും ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. മരണമുറപ്പിച്ച് അവര് ഞങ്ങളെയൊക്കെ നോക്കി ചീത്ത വിളിക്കും, കൈസറിനെ ചീത്ത വിളിക്കും, വ്യവസ്ഥിതിക്കെതിരെ അലമ്പും, തെറിപറയും, തുപ്പും, കാർക്കിച്ച് ദേഹത്തൊക്കെ തുപ്പും. ഇനി അവരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ലല്ലോ, മരണം വിധിച്ചിരിക്കുന്നു. അവരുടെ മുഖമൊക്കെ ക്രൂരമാണ്, ഭയാനകം. പക്ഷേ നിന്റെ ഗുരു ആ വിലങ്ങണിഞ്ഞ കൈകൾ ഉയർത്തി ഞങ്ങളെയൊക്കെ നോക്കി നമസ്കരിച്ചിട്ട് താൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ചൈതന്യം ആ സുവിശേഷം പോകുന്ന പോക്കിലും പറഞ്ഞു. അത് കേട്ട് 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 ഹൃദയം നിറഞ്ഞ് ഞങ്ങളിങ്ങനെ നിൽക്കേ നീ താമസിച്ചു പോയി. തിമത്തിയോസ് ഈ പുതപ്പ് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പടയാളി പറഞ്ഞു, തിമത്തിയോസ്, ഇവിടെ നിൽക്കരുതേ. നീ ഇവിടെ നിന്നാൽ ചാരപ്പടകൾ ഇതുവഴി നടക്കും, നിന്നെയും പിടിക്കും. ഈ ജയിൽ നിന്നെ കാത്തിരിക്കുന്നു, ജയിൽ നിന്നെ കാത്ത്. തിമോത്തി പറഞ്ഞു, നോ. തിമോത്തിക്ക് ഭയമില്ല, മാർക്കോസിന് ഭയമില്ല. സ്റ്റെയിൻസിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഇന്ത്യൻ മണ്ണിലേക്ക് നോക്കി ഭക്തന് വിളിച്ചു പറയാ, ഞങ്ങൾക്കും ഭയമില്ല. പാട്ട് പാടുന്ന പോലെ മുമ്പേ മുമ്പേ പോയിരുന്നോ ഭാഗ്യവാന്മാരാണ്. അവർ ഉയർത്തിയ സുവിശേഷത്തിന്റെ ദീപശിഖ അതേ ശക്തിയോടെ ആളിക്കത്തിക്കത്തക്ക വിധം ഒരു പുതുതലമുറ ഇന്നിവിടെ എഴുന്നേറ്റിരിക്കുന്നു. ആ സത്യം ഉലകത്തോട് പറയാ. ഒരു ചിന്ത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 മിനിറ്റ്. പണ്ട് ഗരാറിൽ നടന്നൊരു സംഭവം പഴയ നിയമത്തിൽ കാണാം. നമ്മുടെ ഇസഹാക്ക് കിണർ കുഴിച്ച് പോവാം. വെള്ളം കണ്ടു കഴിയുമ്പോൾ നാട്ടുകാരൻ വന്നിട്ട് പറയും, കിണർ ഞങ്ങളുടെയാ. ഇസഹാക്കിൻ്റെ പക്വത ഭയങ്കര. പുള്ളി പറയും, തൻ്റെ ആണ എടുത്തു. അടുത്തെടുത്ത് കുഴിക്കും, അവിടെയും ശണ്ട കൂടാൻ ആൾ വരും. അപ്പോഴും പുള്ളി പറയും, എടുത്തു. വീണ്ടും കുഴിക്കും, വെള്ളം കാണുമ്പോൾ വരും, ഞങ്ങളുടെയാ. അവസാനം ഇവരിങ്ങോട്ട് മാറുകയും ഇവന്മാരിത് മണ്ണിട്ട് മൂടും. ചിലർ ശുശ്രൂഷയാണ്. ഒരുത്തൻ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ചെയ്യും, പുറകെ വരുന്നവൻ അത് മൂടും. അവസാനം കിണറെല്ലാം വെള്ളത്തിനടിയിലായി. കാലമേറെ കഴിഞ്ഞു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ ഒരു മടക്കയാത്ര വരുന്നുണ്ട്. 400 കൊല്ലം കഴിഞ്ഞ്. അവിടെ അത്ഭുതകരമായൊരു കാഴ്ച കാണാം. ഈ മണലാരണ്യത്തിൻ്റെ ജോഗ്രഫി പഠിക്കണം. ഞാൻ അമ്പരന്ന് പോയി. അവിടേക്ക് ഇസ്രായേൽ മക്കൾ എത്തുമ്പോൾ പറയാ, ആ സമയത്ത് അവർക്ക് ദാഹിച്ചു. ഇവിടെ 400 കൊല്ലം മുമ്പ് പൂർവികൻ കിണർ കുഴിച്ച സ്ഥലത്ത് മൂടിക്കളഞ്ഞ കിണറിൻ്റെ അരികിൽ വന്നപ്പോൾ ദാഹിച്ചു. തമ്പുരാൻ മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരുമെന്ന് പറഞ്ഞ സ്ഥലം ഇത് തന്നെ. ചുട്ടുപഴുത്ത മണലാവി പറക്കുന്ന സ്ഥലം കണ്ടിട്ട് ഭക്തൻ അമ്പരപ്പോടെ നോക്കിയിട്ട് മോശ ജനത്തോട് പറഞ്ഞു, ഇതാ സ്ഥലം. കണ്ടവര് കണ്ടു വെച്ചു, ഇതോ ഇതാണോ സ്ഥലം?
വെല്ലുവിളി ശക്തിപ്പെടുന്നതിനനുസരിച്ച് തീനാളങ്ങൾ ഇങ്ങനെ ഉയരുമ്പോ ഭക്തന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, യെസ്, ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ. ഒന്നും ലഭിക്കാത്ത ഇത്തരം മണ്ണ് നോക്കി ഭക്തൻ വിളിച്ചു പറയണം, എന്റെ വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് ആരോ കുഴിച്ചിട്ടിട്ടുണ്ട്, എനിക്ക് തന്നിട്ടുള്ള നിയോഗങ്ങൾ ആരോ ഇവിടെ തമസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ വിട്ടുപോകാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ തോറ്റുകൊടുക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. മോശ ഉച്ചത്തിൽ വിളിച്ചു പറയുക, പാടുകയാണ് ഒരു പാട്ട്. ആ സമയത്ത് ഇസ്രായേൽ കിണറേ പൊങ്ങിവാ, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, രാജദണ്ഡ് കൊണ്ട് ജനശ്രേഷ്ഠന്മാർ കുഴിച്ച കിണർ, സമൃദ്ധി കൊണ്ട് ഈ കിണറുകൾ പൊങ്ങി വന്നു. കാലം എത്ര കഴിഞ്ഞാലും ഞാനും നിങ്ങളും കുഴിച്ചതൊക്കെ തലമുറയ്ക്ക് അനുഗ്രഹമായി വരും. ഒരു ട്രാക്ട് കൊടുത്തതും വൃതാവല്ല, ഒരു പാട്ട് പാടിയതും ആത്മാർത്ഥമെങ്കിൽ വൃതാവല്ല, ഒരു ഓൾ നൈറ്റ് പ്രകരം വൃതാവല്ല, ആത്മാർത്ഥം കൊണ്ട് പ്രസംഗിച്ച ഒരു പ്രസംഗവും വൃതാവല്ല. ദ്രവ്യാഗ്രഹം കൂടാതെ നടത്തിയ ഏതൊരു ഇടപെടലും ഏതൊരു ദൈവിക പ്രവൃത്തിയും അത് വൃതാവല്ല. കാലമേറെ കഴിയുമ്പോൾ എന്റെ പുതുതലമുറ ഇതുവഴി വരുമെന്ന് വിശ്വാസത്താൽ പറഞ്ഞാട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്ന പാടുന്ന ദൈവത്തിന്റെ മക്കൾ ഓർക്കണം, ഇനിയും ജൂബിലികൾ ഉണ്ടാകും, ഇനിയും ദൈവജനം വരും. നമ്മുടെ പുതിയ തലമുറ ഇതുവഴി വരുമെന്ന് വിശ്വാസത്താൽ പറഞ്ഞിട്ട് ഭക്തന്റെ കണ്ണീര് വീണ ഈ മണ്ണിലൂടെ ജയവേരി മുടക്കിക്കൊണ്ട് ഒരു പുതുതലമുറ അവരെ നേടാൻ വിശ്വാസത്താൽ ഇന്ന് പകൽ നമുക്ക് തയ്യാറെടുക്കാം. എല്ലാവർക്കും അതിനു വേണ്ടി തയ്യാറെടുക്കാം. യേശുവിനെ പ്രസംഗിക്കാൻ ഓരോ നാവും തയ്യാറെടുക്കട്ടെ. ഇന്ത്യ മഹാരാജ്യത്തിലെ ഇരുട്ടു നീങ്ങിപ്പോകാൻ ഒറ്റ നാമം മാത്രം, അത് യേശുവിന്റെ നാമമാണ്. മഹാദൈവത്തിന്റെ നാമം ഈ ദേശത്തോട് ഉയർത്തത്തക്ക വിധം നമ്മുടെ നാവുകൾ ചലിക്കട്ടെ.